പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവയ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമ്മൾ കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും ഈ എബ്രായർ 6:1 മുതലേ നമ്മൾ വായിച്ചുള്ളൂ. അതിൻ്റെ പശ്ചാത്തലം വായിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ അവസാനമായിട്ടാണ് എബ്രായർ 6 നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഈ ധ്യാനം, എബ്രായർ 6 ധ്യാനം. അപ്പോൾ ഒന്ന് പറഞ്ഞു കൊള്ളാമെന്ന് വിചാരിച്ചു ആ പശ്ചാത്തലം. കാരണം ഇവിടെ എബ്രായർ 6 ഈ ലേഖനകർത്താവ് അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പറയാൻ വേണ്ടിയിട്ടല്ല ഈ 7 കാര്യങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത്. പകരം നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ച് കാണും, ഇതൊക്കെ ഇനിയും നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് അനുയോജ്യമായൊരു കാര്യമല്ല. നിങ്ങളൊക്കെ ഈ സമയം കൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരായിരുന്നു. പിന്നെ വീണ്ടും പഠിപ്പിക്കേണ്ടി വരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? പരിജ്ഞാന പൂർത്തിക്കായിട്ട് നമുക്ക് മുന്നേറണം, അല്ലേ? ഇനിയും ഈ അടിസ്ഥാനം ഇട്ടുകൊണ്ടിരിക്കാതെ, പാല് കുടിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ കട്ടിയാഹാരം, മാംസത്തിലേക്ക് കടക്കണം. അപ്പോൾ എന്താ ഈ മാംസം? പലപ്പോഴും അത് ചിന്തിക്കാറില്ല. നമ്മൾ ഇത് തന്നെ പാല് തന്നെ കുടിക്കാറില്ല നമ്മൾ, പിന്നല്ലേ മാംസം, അല്ലേ? ഇപ്പം തന്നെ പലരും സാക്ഷ്യങ്ങളിലൂടെ ഒക്കെ പറഞ്ഞല്ലേ, ഇതൊന്നും അറിഞ്ഞൂടായിരുന്നു, അല്ലേ? നിങ്ങൾ പലരും എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഇതുവരെ കേട്ടിട്ടില്ല, ഇതൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് മനസ്സിലായിക്കണം, ഈ കഴിഞ്ഞ 8 ആഴ്ചയും 8 മാസവും നമ്മൾ പഠിച്ചത് വലിയ കൊമ്പത്തെ കാര്യമൊന്നുമല്ല. വെറും പാല് ആദ്യത്തെ വർഷം പഠിക്കേണ്ടതായിരുന്നു. അത് നിങ്ങളുടെ കുഴപ്പമല്ല, സഭകളുടെ കുഴപ്പമാണിത്. അത് പാസ്റ്റർമാരോട് ഞാൻ പ്രസംഗിക്കാം. സഭകളുടെ കുഴപ്പം കൊണ്ടാണ് ഈ പ്രശ്നം എല്ലാം വരുന്നത്. സഭകളിൽ പഠിപ്പീരൊന്നുമില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, പരിജ്ഞാന പൂർത്തിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. അത് എന്താണ് ഈ പാല് കഴിഞ്ഞിട്ടുള്ള മാംസം? അതുകൊണ്ടാണ് 5:8 മുതൽ വായിച്ചത്. 5:8 പതുക്കെ മാംസത്തിലോട്ട് പോയപ്പോഴാണ് പുള്ളി ഓർത്തത്, അയ്യോ ഇത് വാവകളാണ്, ഇവർക്കിത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അല്ലേ? അവിടെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതു ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ കഴിയത്തില്ല. നിങ്ങൾ കേൾവിയിൽ എന്തായി കഴിഞ്ഞു? മന്ദതയുള്ളവരായി കഴിഞ്ഞു, അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് പറയുകയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളെല്ലാം അപേക്ഷിച്ച് ഞാൻ ഇന്ന് 2 മണിക്കൂർ പ്രസംഗിക്കാൻ പോവാണ്. ഇരിക്കുന്ന എത്ര പേര് ഇരിക്കും? ഇപ്പം തന്നെ താങ്ങാൻ വയ്യ, അല്ലേ? മന്ദത കാരണം എന്ത് പറ്റും? പിന്നെ കേൾക്കാൻ പറ്റത്തില്ല. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല, അല്ലേ? പഴയ കാലത്തേക്ക് അപ്പച്ചന്മാരുടെയൊക്കെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, 2, 3, 4 മണിക്കൂറൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്, അല്ലേ? ചൈനയിലൊക്കെ അണ്ടർഗ്രൗണ്ട് ചർച്ചിൽ ഫുൾ ഡേ ആണ് പ്രസംഗം. കാരണം ഒരു ദിവസമേ ഉള്ളൂ സഭ വന്ന് കൂടാൻ പറ്റുന്ന ഒരു ദിവസം. അന്ന് രാവിലെ തൊട്ട് രാത്രി വരെ, അല്ലേ? പൗലോസ് നമ്മളൊരിടത്ത് വായിക്കുന്നുണ്ട്, രാത്രി മുഴുവൻ പ്രസംഗമായിരുന്നു, അല്ലേ? നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല, താങ്ങാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് പോകണം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കൂടുതൽ പരിജ്ഞാനത്തിൽ നമ്മൾ വളരണം. അപ്പോൾ ഈ മാംസം, കട്ടിയാഹാരം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ കേട്ടിട്ടില്ലാത്ത ഏതോ ഉപദേശം പഠിക്കുകയല്ല. 2ാം വരവിനെ കുറിച്ചുള്ള മാപ്പ് വരച്ചിട്ട് റഷ്യ എന്ത് ചെയ്യും, അത് പറയുന്നതല്ല. അത് തെറ്റാണ്. കാരണം ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം മനസ്സിലാവും, ഇതെല്ലാം പാലാണ്. എന്താണ് കട്ടിയാഹാരം? ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തിയിലേക്ക് നമ്മൾ പോകണം. അതുകൊണ്ടാണ് പറഞ്ഞ കട്ടിയാഹാരം ആർക്കുള്ളതാണ്? കട്ടിയാഹാരം നല്ല ബുദ്ധിയുള്ളവർ, ദൈവശാസ്ത്രമൊക്കെ സെമിനാരിൽ പോയി പഠിക്കാൻ പറ്റുന്നവർ എന്നാണ് അവിടെ പറഞ്ഞത്. അല്ല, കട്ടിയാഹാരം തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നന്മ തിന്മകൾ വേർതിരിക്കുവാൻ വേണ്ടി വചനപ്രകാരം പരിശീലിപ്പിച്ചവർക്കാണ് അതുള്ളത്, അല്ലേ? നമ്മൾ സാധാരണ തിയോളജി പഠിക്കണമെങ്കിൽ
നല്ല ബുദ്ധിയൊക്കെ വേണം, ഒരുപാട് ബൈബിൾ നോളജൊക്കെ വേണം, അല്ലേ? ഗ്രീക്ക് ഹീബ്രു ഒക്കെ പഠിക്കാൻ പറ്റണം. ഇതാണ് ഈ സെമിനാരികളുടെയൊക്കെ കുഴപ്പം. കുറേ അറിവ് സമ്പാദനത്തിനുള്ള മൂളയുള്ളവൻ പോയാൽ മതി. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കട്ടിയുള്ള ആഹാരം ആർക്കാണ്? ഇറ്റ്സ് നോട്ട് ഇൻ്റലക്ച്വൽ ക്വാളിഫിക്കേഷൻ, ഇറ്റ്സ് എത്തിക്കൽ, അല്ലേ? സ്വഭാവമാണ് ഇവിടെ പ്രധാനം, ബുദ്ധിയല്ല. നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പാലെല്ലാം വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ പരിശീലിപ്പിക്കുന്നുണ്ടെങ്കിൽ വചനത്തിൽ കൂടുതൽ വെളിപ്പാടുകൾ കിട്ടും. ആരും പഠിപ്പിക്കാൻ ഇല്ലേലും വെളിപ്പാട് കിട്ടും. അപ്പോൾ കണ്ടോ, നമ്മൾ ഇനി മുന്നോട്ട് പോകുന്തോറും പക്വത പ്രാപിച്ച് പരിജ്ഞാന പൂർത്തിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മുന്നോട്ടുള്ളത് ഇനിയും കുറേ ഉപദേശങ്ങൾ പഠിച്ച് അങ്ങനെ വലിയൊരു ദൈവശാസ്ത്രജ്ഞനാകാനല്ല, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം. അപ്പോൾ അതാണ് കട്ടിയ ആഹാരം. പക്ഷെ അവിടെ എങ്ങനെ എത്തും? ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അടിസ്ഥാനം കെട്ടി നമുക്കിനിയിപ്പം മേളിലോട്ട് കെട്ടാം. അല്ല, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിങ്ങൾ പരിശീലിപ്പിച്ചാലേ ഇനി അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിൽ വെക്കുക. ഇന്നും നമ്മൾ പാലിൽ തന്നെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പറഞ്ഞിരിക്കുകയാണ് നിത്യ ശിക്ഷാവിധി. അവിടെ തെറ്റി. മലയാളം ബൈബിളിൻ്റെ ആ ട്രാൻസ്ലേഷനോട് ഞാൻ പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു. എന്താണോ എന്തോ ഈ ഒരു വാക്യത്തിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഇംഗ്ലീഷിൽ ഇറ്റേണൽ ജഡ്ജ്മെൻ്റ് എന്നാണ്, ഇറ്റേണൽ പണിഷ്മെൻ്റ് എന്നല്ല. പല ഭാഗത്തും ജഡ്ജ്മെൻറ്റ് നല്ല രീതിയിൽ മലയാളം ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തെറ്റിപ്പോയി. നിത്യ ശിക്ഷാവിധി അല്ല, നിത്യ ന്യായവിധിയാണ് ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഇറ്റേണൽ പണിഷ്മെൻറ്റ്, ഇറ്റ് ഈസ് ഇറ്റേണൽ ജഡ്ജ്മെൻറ്റ്. കാരണം പണിഷ്മെൻ്റ് ആണെങ്കിൽ അവിശ്വാസിയെ മാത്രം പഠിപ്പിച്ചാൽ മതിയല്ലോ. വിശ്വാസി പണിഷ്മെൻ്റ് ഒന്നും വരത്തില്ലെന്നും പറഞ്ഞിരിക്കുകയില്ലേ, അല്ലേ? ഇത് നിത്യ ന്യായവിധിയാണ്, അല്ലാതെ നിത്യ ശിക്ഷാവിധി അല്ല. പുതിയ മലയാളം ട്രാൻസ്ലേഷൻ സമകാലിക ബൈബിളിൽ പോലും ഇത് കറക്റ്റ് ചെയ്തിട്ടില്ല. ഇതാരും ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നും. പിന്നെ ഒരു കാര്യം, ഇതൊന്നും പഠിപ്പിക്കാറില്ല നമ്മൾ, അല്ലേ? ഇപ്പം നരകം ഇല്ലെന്നൊക്കെ പറയുന്ന പാസ്റ്റർമാരാണ് കത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത് ആരും പഠിപ്പിക്കാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പഠിച്ചു യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ, അല്ലേ, പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്രാവശ്യം അവിശ്വാസികളുടെ നരകയാതനയാണല്ലോ നമ്മൾ പഠിക്കാൻ വന്നിരിക്കുന്നത്. അതല്ല, ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ, ന്യായവിധി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വിശ്വാസിക്കും പഠിക്കാൻ കുറേയുണ്ട്, നമുക്കും ഒരു ന്യായവിധി ദിവസമുണ്ട്, അല്ലാതെ അവിശ്വാസിക്ക് മാത്രമല്ല. അതുകൊണ്ടാണ് ഇത് ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് ഞാൻ പറയുന്നത്. നമുക്ക് വേഗം നീങ്ങാം. എന്താണ് ഈ നിത്യ ന്യായവിധി? അപ്പം ഞാൻ അതിൻ്റെ നിർവചനം ആദ്യം അങ്ങ് വായിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ അന്തിമ വിധിയെ നിത്യ ന്യായവിധി സൂചിപ്പിക്കുന്നു. അത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും നിത്യതയെ നിർണ്ണയിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ നിത്യ ന്യായവിധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ന്യായവിധിയാണത്. അത് വിശ്വാസിക്കുമുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്കുമുണ്ട്, മരിച്ചവർക്കുമുണ്ട്. അത് ദൈവത്തിൻ്റെ അന്തിമ വിധിയാണ്. ഇതിനപ്പുറത്തൊരു വിധിയില്ല. തീർന്നു, സുപ്രീം കോടതി എത്തി, ഇനി വിധി വേറെ കോടതിയൊന്നുമില്ല, അല്ലേ? എന്ന് പറഞ്ഞാൽ അന്തിമ വിധിയാണ്. ഇത് യേശുക്രിസ്തുവിലൂടെയാണ് അവൻ ചെയ്യുന്നത്. ഈ വിധി അനുസരിച്ചിരിക്കും ഓരോ വ്യക്തികളുടെയും നിത്യത. അപ്പോൾ ഇത് നമുക്ക് ആധാരമായിരിക്കുന്ന വാക്യങ്ങൾ വളരെ വേഗത്തിൽ വായിച്ചു പോകാം. എന്താണ് നിത്യന്യായവിധി എന്ന് മനസ്സിലാക്കുവാൻ അപ്പോസ്തല പ്രവർത്തികൾ 17:31 സഹോദരൻ വേഗം വായിക്കും. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ആണ് പൗലോസ് പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, ദൈവം ഒരു ദിവസം നിയമിച്ചു വെച്ചിട്ടുണ്ട്. അവൻ നിയമിച്ചിരിക്കുന്ന പുരുഷൻ മുഖാന്തരം ലോകത്തെ അവൻ ന്യായമായി വിധിക്കും. എന്നിട്ട് ആ പുരുഷനെ മരണത്തിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അല്ലേ? അപ്പോൾ ആരാണ് ആ പുരുഷൻ? യോഹന്നാൻ 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തു. കണ്ടോ? അപ്പോൾ പുത്രനാണ് ഈ ന്യായവിധി ദിവസത്തിലെ വിധികർത്താവ്, ജഡ്ജ്, അല്ലേ? അല്ലാതെ ദൈവം വിധിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കണം, പുത്രനെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. രക്ഷകനും ന്യായവിസ്താരം നടത്തുന്ന വിധികർത്താവും യേശു ക്രിസ്തു തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, നമുക്ക് യേശു രക്ഷകൻ മാത്രമാണ്, യേശു ജഡ്ജാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, അല്ലേ? യോഹന്നാൻ 5:27. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം പുത്രനായ യേശു ക്രിസ്തുവിന്. അപ്പോൾ താൻ നിയമിച്ചിരിക്കുന്ന പുരുഷൻ അപ്പോസ്തല പ്രവർത്തികൾ 17 പൗലോസ് പറയുമ്പോൾ ആ പുരുഷൻ നമുക്കറിയാം, കാരണം മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം. ഇവിടെ യേശു ക്രിസ്തു തന്നെ പറയുകയാണ്, എനിക്ക് പിതാവ് ആ അധികാരം തന്നിരിക്കുകയാണ്. ഇനി എന്നാണത്? റോമാലേഖനം 2:16.
ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായവിധിക്കുന്ന നാളിൽ തന്നെ ഒരു നാളും വെച്ചിട്ടുണ്ട്, അല്ലേ? എപ്പോഴെങ്കിലും അല്ല, ഒരു വർഷം നീണ്ടു നിൽക്കുന്നതല്ല, ഒരു പ്രത്യേക ഒരു നാളിൽ കർത്താവിലൂടെ എന്താ അവിടെ പറഞ്ഞത്? മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം. നമ്മുടെയൊക്കെ സുവിശേഷത്തിൽ ഇതുണ്ടോ? അല്ലേ? എൻ്റെ സുവിശേഷത്തിലുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. ഒരു ദിവസം വെച്ചിട്ടുണ്ട്, അന്ന് യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും, വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും രഹസ്യങ്ങളെയൊക്കെ എടുത്ത് പുറത്താക്കുമെന്ന്. ഇപ്പം എല്ലാവർക്കും ഭയമായി. അതിനെക്കുറിച്ച് കൂടുതൽ പറയാം, അല്ലേ? 2 തെസ്സലോനിയർ 1:6-10 നമുക്ക് അല്പം ഒന്ന് ധ്യാനിക്കാം, വായിക്കാം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. അപ്പോൾ കർത്താവിന്റെ രണ്ടാം വരവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 തെസ്സലോനിയർ 1:6. അപ്പോൾ കർത്താവിന്റെ രണ്ടാം വരവിൽ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവരും അവരെയാണ് നമ്മൾ അവിശ്വാസി എന്ന് പറയുന്നത്. അവരെ പ്രതികാരം കൊടുക്കുമ്പോൾ അവർക്ക് പ്രതികാരം ചെയ്യും കർത്താവ്. അപ്പോൾ കർത്താവ് രണ്ടാമത് മടങ്ങി വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, അല്ലേ? നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കും, മരിച്ചിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ അതിനോട് കൂടെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ അറിയാത്തവരും സുവിശേഷം അനുസരിക്കാത്തവരും എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അക്രൈസ്തവർ എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പള്ളിയിലൊക്കെ പോകുന്ന പള്ളിയിൽ അച്ഛനും ചിലപ്പോൾ അതിനകത്ത് കാണും, ബിഷപ്പും കാണും, പോപ്പും കാണും ചിലപ്പോൾ, അല്ലേ? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തെ അറിയണം, സുവിശേഷം അനുസരിക്കണം. അല്ലാത്തവനൊക്കെ ഇവിടെ എന്ത് പറ്റും? നിത്യ ന്യായവിധി കൊടുക്കുന്നില്ല, പ്രതികാരം ചെയ്യും. അതെന്താന്നുള്ളത് കൂടുതൽ വായിക്കും മനസ്സിലാവും. നിങ്ങളെ പീഡിപ്പിക്കുന്നവരാവര്, ദൈവജനത്തിനെതിരെ പ്രവർത്തിച്ചവരാവര്. പക്ഷെ നമുക്ക് പീഡ അനുഭവിക്കുന്ന വിശ്വാസിക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും അപ്പൊ അന്ന് ആശ്വാസം നമുക്ക് കിട്ടും, അവർക്ക് പ്രതികാരം കിട്ടും. തുടർന്ന് വായിച്ചാട്ടെ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും വിശുദ്ധന്മാരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. കേട്ടോ, ഈ കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വിശ്വാസിയുണ്ട് അവിശ്വാസിയുണ്ട്, രണ്ടു പേർക്കും സംഭവിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അവിശ്വാസിക്ക് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് അന്നത്തെ ദിവസം ദൈവത്തിൻ്റെ മഹാകോപം കടന്നു വരും, ദൈവത്തിൻ്റെ ദണ്ഡനം കടന്നു വരും. പിന്നെ അവസാനം പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവർ എന്ത് ചെയ്യപ്പെടുന്ന പറഞ്ഞ അവസാനം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധിയിൽ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അവരെ പൂർണ്ണമായിട്ടും തള്ളിക്കളയും. അതിനെയാണ് നരകം എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? എന്നാൽ അതിനോടൊപ്പം വിശ്വാസിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ആശ്വാസം ലഭിക്കും, അല്ലേ? പിന്നെ അവൻ മഹത്വപ്പെടുന്നത് നമ്മൾ കാണും. നമ്മുടെ ഇടയിൽ അവനൊരു അതിശയ വിഷയമാകും. നമ്മൾ പാട്ട് പാടി തുടങ്ങിയപ്പോൾ ഏതാ ആദ്യം പാടി പാട്ട്? അത്ഭുതം യേശുവിൻ നാമം, അല്ലേ? അങ്ങനെ നമ്മൾ കർത്താവിനെ കണ്ട് അവൻ്റെ മഹത്വം കണ്ട് നമ്മൾ അവനെ അതിശയിക്കും, അവനിൽ മാർവൽ ചെയ്യും, അല്ലേ? അതാണ് നിത്യ ആരാധന. രക്ഷിക്കപ്പെട്ടവരുടെ ഭാവി അതാണ്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് യേശുവിൻ്റെ മഹത്വം എല്ലാം കണ്ട് അവനിൽ ഇങ്ങനെ അതിശയം പൂണ്ടിരിക്കും. എന്നാൽ അവിശ്വാസി, വീണ്ടും വീണ്ടും ഞാൻ ഓർപ്പിക്കണം, ദൈവത്തെ അറിഞ്ഞൂടാ, സുവിശേഷം അനുസരിക്കാത്തവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയപ്പെടും, അല്ലേ? അപ്പോൾ ഇത് രണ്ടും അവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് നേരത്തെ നമ്മൾ വായിച്ചതുപോലെ അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ സുവിശേഷ ഘോഷണത്തിൻ്റെ ഭാഗമാണ്. നമ്മളൊക്കെ സുവിശേഷം പറയുമ്പോൾ ഇത് അത്ര പറയാറുണ്ടോ? പല മീറ്റിങ്ങിൽ, ഗോസ്പൽ മീറ്റിംഗ് എന്ന് പറയുന്നിടത്ത് പോലും ഇത് പലപ്പോഴും കേൾക്കാറില്ല. ഇന്നത്തെ കാലത്തെ സുവിശേഷം അതല്ല, അല്ലേ? രക്ഷിക്കപ്പെടുക എന്നല്ല പറയുന്നത്, കടഭാരമുണ്ടെങ്കിൽ പോരെ, അല്ലേ? നടുവേദന ഉണ്ടെങ്കിൽ പോരെ, അല്ലേ? ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ പോരെ, നിന്നെ ആരും കരുതുന്നില്ലെങ്കിൽ പോരെ. എല്ലാം ഈ ലോകത്തിലെ പ്രശ്നം പരിഹരിച്ചു തരാനൊരു അതിശയ യേശു കടന്നു വന്നിരിക്കുന്നു, അല്ലേ? എന്നാൽ അപ്പോസ്തലന്മാരുടെ സുവിശേഷീകരണം നോക്കിയ പത്രോസിൻ്റെ സുവിശേഷീകരണം, അപ്പോസ്തല പ്രവർത്തികൾ 10 ആദ്യമായിട്ട് ജാതീയന്മാരുടെ വീട്ടിൽ പോയി പറഞ്ഞ സുവിശേഷം, അപ്പോസ്തല പ്രവർത്തികൾ 10:42-43. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചിരിക്കുന്നവർക്കുമായി ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ
അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുകയാണ്. യേശുവാണ് ന്യായവിധി കർത്താവെന്ന് സകല ജനത്തോടും വിളിച്ചു പറയുവാൻ. ഇവിടെ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ വന്ന് സുവിശേഷം പറയുകയാണ്, ഈ യേശു ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ്. അത് പ്രസ്താവിക്കുവാൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കണ്ടോ, സുവിശേഷ പ്രഘോഷണത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ. അതുപോലെ പൗലോസിന്റെ കാര്യം നമ്മൾ ഈ അപ്പോസ്തല പ്രവർത്തികൾ 17-31 ആദ്യം വായിച്ചു തുടങ്ങിയത് തന്നെ അഥീനിയയിൽ പോയി അല്ലേ, അവിടെ പോയി സുവിശേഷം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ്. അത് അല്ലാതൊരു വാക്യം നോക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 24-25. അപ്പൊ അറിയാലോ, പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അപ്പൊ ഫീലിക്സ് വിളിച്ചു, നേതാവ് വിളിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞ? ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള പ്രസംഗം കേട്ടു. അപ്പോൾ പ്രസംഗത്തിന്റെ തലക്കെട്ട് ക്രിസ്തയേശുവിലുള്ള വിശ്വാസം. ഇനി ആ പ്രസംഗത്തിന്റെ 3 പോയിന്റ് എന്തൊക്കെയാ? എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫെലിക്സ് ഭയവരുഷനായി തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം. അപ്പൊ കണ്ടോ, പ്രസംഗത്തിന്റെ തലക്കെട്ട് കേട്ടോ, ക്രിസ്തയേശുവിലുള്ള വിശ്വാസം. 3 പോയിന്റ് എന്തൊക്കെയാ? നീതി, ഇന്ദ്രിയജയം, ന്യായവിധി. നമ്മളാണ് ഇതൊക്കെ പറയൂ. നമ്മൾ ചിലപ്പോൾ നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞെന്നിരിക്കും. ക്രിസ്തയേശുവിൽ വിശ്വസിക്കുമ്പോൾ നീതി ലഭിക്കും. അത് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, പലപ്പോഴും നീതീകരണമൊന്നും പറയാറില്ല. പാപക്ഷമ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. അത് കഴിഞ്ഞ് ഇന്ദ്രിയ ജയം എന്തിനാ പറയുന്നത്? നമ്മൾ അവിശ്വാസിയോട് പോയി ഇന്ദ്രിയ ജയത്തെ കൂടെ പാപമൊക്കെ അതിജീവിച്ച് ജീവിക്കണം കേട്ടോ, വിശുദ്ധിയോടെ ജീവിക്കണം കേട്ടോ നമ്മൾ പറയൂ. പക്ഷെ പൗലോസ് പറയും ക്രിസ്തയേശുവിലുള്ള വിശ്വാസം അല്ലേ. എല്ലാം കഴിഞ്ഞ് അവസാനം എന്താണ്? വരുവാനിരിക്കുന്ന ന്യായവിധിയും. അതും നിങ്ങളുടെയൊക്കെ വിശ്വാസ സാക്ഷീകരണത്തിൽ നിങ്ങൾ പറയാറുണ്ടോ? 3ാമത്തെ പോയിന്റ് ഉണ്ട്, ന്യായവിധി. അപ്പോൾ കണ്ടോ, പത്രോസ് പറഞ്ഞു, ഇത് പറയാൻ വേണ്ടി ഞങ്ങളെ കൽപ്പിച്ചയച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സുവിശേഷ പ്രഘോഷണത്തിൽ ഇത് പറയണം. ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തുവാണ് അവസാനം ഈ ലോകത്തെ മുഴുവൻ വിധിക്കാൻ പോകുന്നത്, അല്ലാതെ ഏതോ ഒരു യേശുവല്ല. ഈ ലോകത്തെ വിധിക്കാൻ പോകുന്നവൻ ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. പൗലോസ് പറയാണ് ക്രിസ്തയേശുവിലുള്ള വിശ്വാസം. 3ാമത്തെ പോയിന്റ്, വരുവാനിരിക്കുന്ന ന്യായവിധി. അപ്പോൾ കണ്ടോ, ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഈ 3 പോയിന്റ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ 3 തലങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാം അല്ലേ. നമ്മൾ ആദ്യം ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരും, നമുക്ക് നീതി ലഭിക്കുന്നു, വിശ്വാസത്താലുള്ള നീതീകരണം. പിന്നീട് നമ്മൾ ക്രിസ്തീയ ജീവിതം നയിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തീയ ജീവിതം വിശ്വാസത്താലുള്ള ശുദ്ധീകരണമാണ്. ഇന്ദ്രിയ ജയത്തിൽ ദൈനംദിനം വളർന്നു വരണം. 3ാമത് ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മളെല്ലാവരും പോകുന്നത് അല്ലേ. അതിൻ്റെ വെളിച്ചത്ത് ജീവിക്കുന്നവനാണ് ഭക്തൻ, അത് വിസ്മരിച്ച് ജീവിക്കുന്നവനാണ് അഭക്തൻ. അപ്പോൾ കണ്ടോ, ഇതെല്ലാം പൗലോസ് സുവിശേഷീകരണത്തിൽ പറയുന്നുണ്ട്. ഇന്ന് അങ്ങനെ ഒരു സുവിശേഷ ഘോഷണം കേൾക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു അല്ലേ. പണ്ടത്തെ കാലത്തൊക്കെ ഇത് പറഞ്ഞിട്ടാണ് ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കണം, വരുവാനിരിക്കുന്ന ഒരു ന്യായവിധി ദിവസമുണ്ട്, ദൈവത്തിൻ്റെ കോപം അവൻ ഈ ഭൂമിയിലേക്ക് വർഷിക്കുന്ന ഒരു ദിവസമുണ്ട്, അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഒരേ ഒരു നാമത്തിൽ വിശ്വസിച്ചാലേ പറ്റത്തുള്ളൂ. ഈ അവസാനം വിധി അയക്കുന്നവൻ, ദൈവകോപം അയക്കുന്നവനെ തന്നെ വിശ്വസിക്കണം അല്ലേ. ഇപ്പം ഞാനൊരു കേസിലകപ്പെട്ട് സുപ്രീം കോടതി പോകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ചേട്ടനാണ് അവിടുത്തെ ജഡ്ജ്. പിന്നെ സുഖമായി അല്ലേ. എന്ന് പറഞ്ഞ പോലെ ഈ വിധിക്കാൻ വരുന്ന ന്യായവിധി കർത്താവ് എൻ്റെ കർത്താവും രക്ഷിതാവും ആണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഇതായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന സുവിശേഷം. അവിടെ കടവുമില്ല, തലവേദനയില്ല, നിങ്ങൾ ദുഃഖിച്ചിരിക്കുകയാണോ, സെൽഫ് എസ്റ്റീം, ഇതൊന്നും പറയാറില്ല അവിടെ അല്ലേ. ഇതായിരുന്നു അപ്പോസ്തോലിക സുവിശേഷം. അപ്പോൾ സുവിശേഷീകരണത്തിലെ ഒഴിച്ചുകൂടുവാനാകാത്ത ഘടകമാണ് അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് നിത്യ ന്യായവിധി. ഇനി ഈ വിശ്വാസിയുടെ കാര്യത്തിലുള്ള ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കാം. അവിശ്വാസിയെക്കുറിച്ച് ഞാൻ ഇന്ന് തൊടുന്നില്ല, അങ്ങനെയാണെങ്കിൽ സമയം തീർക്കാൻ പറ്റത്തില്ല. അത് ബുധനാഴ്ചത്തെ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറയും, അതും കൂടെ നിങ്ങൾ കേൾക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വിശ്വാസിക്ക് ഇതൊരു രക്ഷാ ദിവസമായിരിക്കും. ആശ്വാസവും തേജസ്സും, കർത്താവിനെ കണ്ട് അവനെ മഹത്വീകരിക്കുകയും അവനെ അതിശയം പൂണ്ട് ആരാധിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണെന്ന് പറഞ്ഞു. അതിന് നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയോടെ നമുക്ക് പഠിക്കാം. വിശ്വാസിക്ക് ഈ കർത്താവ് മടങ്ങി വരുമ്പോഴുള്ള ഈ ന്യായവിധി ദിവസത്തെക്കുറിച്ചുള്ള അനുഭവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. ഒന്നാമതായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് യോഹന്നാൻ 5:24. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. വാഗ്ദത്തമാണിത്.
അവനിൽ വിശ്വസിച്ചാൽ, അവനെ അയച്ചവനിൽ, പിതാവിൽ, അല്ലേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് നിത്യജീവനുണ്ട്. ഈ നിത്യജീവൻ ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? അവൻ ന്യായവിധിയിൽ കടക്കുകയില്ല എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു വാഗ്ദത്തമാണ്. അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഉള്ള ശരിയായ അർത്ഥം. പലപ്പോഴും ഈ എന്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ പലർക്കും അറിഞ്ഞൂടാ. രക്ഷിക്കപ്പെട്ടു എന്തോ നിന്ന് രക്ഷപ്പെട്ടു അതറിഞ്ഞൂടാ. അതെന്തൊരു രക്ഷയാപ്പം, അല്ലേ? എവിടുന്നോ രക്ഷിക്കപ്പെട്ടെന്ന്. അത് അത് ശരിയായിട്ട് രക്ഷയെക്കുറിച്ചൊരു ബോധ്യമില്ല. എന്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടെ? വരുവാനിരിക്കുന്ന ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, അല്ലേ? പാപത്തിൽ വീണുപോയ ഈ ഭൂമിയെ ദൈവം ദീർഘക്ഷമയാൽ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു നാളെ ചുട്ട് കരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ചുട്ട് കരിക്കുന്നില്ലെന്നേ ഉള്ളൂ. കാരണം എന്താണ്? രക്ഷിക്കപ്പെടുത്താൻ പറ്റുന്ന അത്രയും പേരെ രക്ഷിക്കപ്പെടുത്താം, പിന്നെ ചുട്ട് കരിക്കും. ആ ചുട്ട് കരിക്കുന്ന ദിവസത്തെക്കുറിച്ചാണ് ഈ നിത്യ ന്യായവിധി എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ രക്ഷിക്കപ്പെട്ടവർക്ക്, വിശ്വസിച്ച് കർത്താവിലായവർക്ക് കർത്താവ് ആദ്യമേ വാഗ്ദാത്തം നൽകുകയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. നിത്യജീവൻ ലഭിച്ചവൻ, ബാക്കി വായിച്ച ആ വാക്യം എന്ന് പറയാം, ആ വാഗ്ദത്ത ഭാഗം മാത്രം, ന്യായവിധിയിലാകാതെ ആ ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ഇത് അടിസ്ഥാനമാണ്, സുവിശേഷപരമായ കാര്യമാണ്. നമ്മൾ വിശ്വാസിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇത് നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും പലരും ഈ അന്ത്യകാലത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കും, ഇതങ്ങ് മറക്കും. സുവിശേഷത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വമൊക്കെ മറന്നു വെച്ച് പിന്നെ ആളുകളെ പേടിപ്പിക്കലായി, ഭയപ്പെടുത്തലായി, അല്ലേ? അത് നമ്മൾ മറന്നു പോകരുത്. ചില കാര്യങ്ങൾ, ചില മുന്നറിയിപ്പുകളൊക്കെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ പോലും രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. നിത്യ ന്യായവിധി ദിവസം കേൾക്കേണ്ട വിധി ആദ്യമേ കേട്ടു, നീ നീതിമാനാണ്, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. അന്ന് കേൾക്കേണ്ടത് ഇന്നേ കേൾക്കാൻ പറ്റുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ. ആണ് ശരിയായ രക്ഷ, അല്ലേ? അപ്പോൾ നമ്മൾ മറന്നു പോകരുത്. നമുക്ക് നീതീകരണം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിത്യ ന്യായവിധി ദിവസത്തിലെ ശിക്ഷാവിധിയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. യോഹന്നാൻ 3:18. ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി ആർക്കാണുള്ളത്? വിശ്വസിക്കാത്തവർക്ക് ന്യായവിധി ഉറപ്പ്. കർത്താവ് എല്ലാം ചെയ്ത് പുത്രനെ അയച്ച് സുവിശേഷം അയച്ചിട്ടും വിശ്വസിക്കാത്ത അവിശ്വാസിക്ക് നിത്യന്യായവിധി ഉറപ്പായിട്ടുണ്ട്. എന്നാൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. ന്യായവിധി ഇല്ല എന്ന് ഇവിടെ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമല്ല, രണ്ടുപേർക്കും ന്യായവിധിയുണ്ട്. ശിക്ഷാവിധി ഇല്ല എന്നാണ് ഇവിടുത്തെ അർത്ഥം. കണ്ടംനേഷൻ ഇല്ല, ശിക്ഷാവിധി ഇല്ല, അല്ലേ? അത് നമുക്ക് റോമാലേഖനം 8:1 എല്ലാവർക്കും കാണാപ്പാടമായ വാക്യമാണല്ലോ. റോമാലേഖനം 8:1 കാണാപ്പാടം അല്ലാത്തവർ എടുത്ത് വായിക്കാം. ക്രിസ്തേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. കാരണം എന്താ? നമ്മുടെ ശിക്ഷാവിധി കർത്താവ് ക്രൂശിൽ സഹിച്ചു കഴിഞ്ഞു. വിശ്വസിച്ചാൽ ആ വിടുതൽ നമ്മൾ പ്രാപിക്കും, അല്ലേ? ക്രിസ്തേശുവിൽ ശിക്ഷാവിധി ഇല്ല. അപ്പോൾ അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ. അപ്പോൾ പലർക്കും ഒരു ചോദ്യം വരും, അപ്പോൾ പിന്നെ പാപമൊക്കെ ചെയ്യാമല്ലേ എന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പോൾ പാപം ചെയ്യുന്ന വിശ്വാസികളുടെ വിഷയം, അല്ലേ? അവിടെ ആണെങ്കിലും ഒരുപാട് തർക്കം. രക്ഷ നഷ്ടപ്പെടുമോ, രക്ഷ നഷ്ടപ്പെടാതിരിക്കുമോ, എന്ത് തോന്നിവാസമോ ആവാമോ, ഹൈപ്പർ ഗ്രേസ്, ഇങ്ങനെ ഒരുപാട് തർക്കങ്ങളുള്ളൊരു വിഷയമാണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീതീകരണം ലഭിച്ചു, നമുക്കിനി ശിക്ഷാവിധിയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ പാപം ചെയ്യുന്ന വിശ്വാസികളുടെ കാര്യം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒരു ഉദാഹരണമായിട്ടാണ് ഈ വേദഭാഗം വായിക്കുന്നത്. 1 കൊരിന്ത്യർ 11:29 മുതൽ 32. 1 കൊരിന്ത്യർ 11:29 മുതൽ 32. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് കർത്തൃമേശയെക്കുറിച്ചാണ്. ശരിയായിട്ട് കർത്തൃമേശയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വിവേചിക്കാതെ ചുമ്മാ അമ്പലത്തിലെ പ്രസാദം പോലെ തിന്നരുത്. അങ്ങനെ തിന്നാൽ എന്ത് പറ്റും? ശിക്ഷാവിധിയായി കുടിക്കുന്ന, അനുഗ്രഹമല്ല, അല്ലേ? അപ്പോൾ എന്താ തുടർന്ന് വായിച്ചാട്ടെ. ബലഹീനരും രോഗികളും മരിച്ചുയിരിക്കുന്നു. അപ്പം കർത്തൃമേശയിൽ തോന്നിവാസം കാണിച്ചപ്പോൾ ശിക്ഷാവിധി വന്നു. കൊരിന്ത്യ സഭയിൽ ചിലരൊക്കെ വയ്യാതായി, ബലഹീനത വന്നു, മരിച്ചും പോയി. ഇനിയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. വിധിക്കപ്പെടുകയില്ല. ഇനി നമ്മൾ നമ്മളെ തന്നെ വിധിക്കാതിരുന്ന് കർത്താവ് നമ്മളെ വിധിക്കുകയാണെങ്കിൽ ലോകത്തോടുകൂടെ വായിച്ചാട്ടെ, ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ കർത്താവ് നമ്മളെ ബാലശിക്ഷ കഴിക്കുന്നു. കണ്ടോ? അപ്പൊ വിശ്വാസി പാപം ചെയ്ത കർത്താവ് എന്താ ചെയ്യുന്നത്? പോടാന്നും പറഞ്ഞ് ലോകത്തിലേക്ക് തള്ളിവിടുക അല്ല. എന്താ ചെയ്യുന്നത്? ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ ഇപ്പോൾ വേറൊരു ശിക്ഷ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്താണ്? ബാലശിക്ഷ, അല്ലേ? നമ്മൾ പിള്ളേർക്കൊക്കെ ശിക്ഷ കൊടുക്കുന്നത് എന്താണ്? അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? അല്ലാതെ ജയിലിൽ പിടിച്ചിടുന്നതും ഒരു കൊച്ചിനൊരു അടി കൊടുക്കുന്നതും തമ്മിൽ
രണ്ടും ശിക്ഷണമാണ്, പക്ഷേ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഒരുത്തനെ നരകത്തിൽ പിടിച്ചിടുന്ന ശിക്ഷ അവൻ നന്നാവാൻ വേണ്ടിയിട്ടല്ല, അവൻ തൊലഞ്ഞു, അവന് നാശം. അതാണ് നമ്മൾ നേരത്തെ 2 തെസ്സലോനിയരിൽ നിന്ന് വായിച്ചത്, നിത്യനാശത്തിൻ്റെ ശിക്ഷാവിധിയിലേക്ക് അവരെ തള്ളിക്കളയും. ഇവിടെ വിശ്വാസിക്ക് ബാലശിക്ഷ കൊടുക്കുന്ന എന്തിനാണ്? ലോകത്തിൻ്റെ കൂട്ടത്തിൽ പോയി നിങ്ങൾ അവസാനം നശിച്ചു പോകാതിരിക്കണം. എന്താ ബാലശിക്ഷ ഈ വേദഭാഗത്ത്? ഇങ്ങനെ കത്രിമേശയിൽ തോന്നിവാസം കാണിച്ചപ്പോൾ കർത്താവ് ലോകത്തിൻ്റെ കൂടെ നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ ഞാൻ തരുന്നു ബാലശിക്ഷ. എന്തായിരുന്നു ബാലശിക്ഷ? എന്തൊക്കെയായിരുന്നു? മറന്നുപോയോ? ബലഹീനത, രോഗം, മരണം. അപ്പോൾ കണ്ടോ, വിശ്വാസി പാപം ചെയ്യുമ്പോൾ കർത്താവ് ശരിക്കുള്ള വിശ്വാസിയാണെങ്കിൽ അവൻ്റെ നീതീകരണമൊന്നും അവന് നഷ്ടപ്പെടുന്നില്ല, അവൻ അപ്പോഴും ദൈവ പൈതലി തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യും? അടി കൊടുക്കും. എന്താ ഈ അടി? ബലഹീനത അല്ലേ, രോഗം, പിന്നെ മരണവും കൊടുക്കും ചിലപ്പോൾ. ഇനി ഇവനെ ഭൂമിയിലിട്ട് ഇനി പണിയാൻ പറ്റൂല, ഇനി അവൻ ഭൂമിയിൽ വെച്ചാൽ ഇവൻ പാവം ചെയ്ത് പിന്നെ അവസാനം എനിക്ക് ഇവനെ നശിപ്പിക്കേണ്ട ലെവലിൽ പോകും. പിന്നെ അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതോടങ്ങ് നിർത്താം ഇവൻ്റെ കഥ. അങ്ങനെ ഈ വ്യക്തി വിശ്വാസത്തിൽ മരിച്ചു അല്ലേ. പിന്നെ എല്ലാവരും വന്ന് സാക്ഷ്യം പറയും, കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയി. കർത്താവ് തന്നെ പറഞ്ഞു, ഇവനിങ്ങ് എടുത്താലേ പറ്റും, അവിടെ വെച്ചാൽ പോക്കാം അവനി അല്ലേ. അതുകൊണ്ട് യോഹന്നാനിൽ ഒരു വാക്യമുണ്ട്, മരണത്തോളം പാപം ചെയ്യുന്ന വ്യക്തിക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഇഫ് എ ബ്രദർ സിൻസ് അൺടു ഡെത്ത് ഡോണ്ട് പ്രേ. എന്താ അത്? ഈ ശിക്ഷാവിധിയൊക്കെ കിട്ടി ബാലശിക്ഷയ്ക്ക് വേണ്ടി റെഡിയായി നിൽക്കുക, ഇനി അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല, അവൻ ഒരു ഗുണവുമില്ല, അവനെ ദൈവം കൊന്ന് രക്ഷിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ പലരും കേട്ടിട്ടില്ല എന്ന് തോന്നി ഈ വാക്യമൊന്നും കേട്ടോ. അപ്പോൾ പാപം ചെയ്യുന്ന വിശ്വാസി നീതീകരണമൊക്കെ ലഭിച്ചടേ, യോഹന്നാൻ 5 പറഞ്ഞിട്ടുണ്ട്, ശിക്ഷാവിധിയൊന്നുമില്ല, ബാലശിക്ഷയുണ്ട്. ബാലശിക്ഷ ചിലപ്പോൾ മരണം വരെ. പലരും ഈ ബാലശിക്ഷ എന്ന് പറയുമ്പം, എനിക്ക് കല്യാണം കഴിച്ചപ്പോൾ ഒരു ഭാര്യയെ കിട്ടി, ബാലശിക്ഷയാണ്, ഇവളെ ഇനി അതല്ല ഇവിടെ പറഞ്ഞ കേട്ടോ, മരണമൊക്കെ ആവാൻ ചിലപ്പം. അതായത് പാപം നിർത്താൻ ഒരു മനസ്സും ഇല്ലാത്ത വ്യക്തിയെ പിന്നെ കർത്താവ് ഇനി ഇവനെ വെച്ചിട്ട് കാര്യമില്ല, ഇവനെ അങ്ങ് എടുക്കാം. എന്തോ ചില മരണങ്ങളൊക്കെ അങ്ങനെയാണ്, ദൈവം അങ്ങ് എടുക്കുകയാണ്, മതിയാക്കാം, ഇവനെ ഇവിടെ വെച്ചാൽ ഇവൻ പാപം ചെയ്ത് അവൻ രക്ഷയിൽ നിന്നൊക്കെ പൊളിഞ്ഞു പോകും. അപ്പോൾ കർത്താവ് നമ്മളെ നീതീകരിച്ച് രക്ഷിക്കുമ്പോൾ കർത്താവ് വാഗ്ദത്തം നൽകുകയാണ്, നിങ്ങൾ എന്നിലാണ് അടങ്ങിപ്പാർക്കുന്നതെങ്കിൽ നിങ്ങൾ ശിക്ഷാവിധിയിൽ പോവുകയില്ല അല്ലേ. കർത്താവിൽ വിശ്വസിച്ച് മരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ നമ്മൾ മരണ ദിവസങ്ങളിൽ പറയാറുണ്ടല്ലോ, അല്ലേ, മരണ ശുശ്രൂഷയിലൊക്കെ. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാരണം എന്താണ്? വിശ്വാസത്തിൽ മരിച്ചാലുള്ള ഗുണം ശിക്ഷാവിധിയൊന്നുമില്ല അല്ലേ. ബാലശിക്ഷ തന്നു ദൈവം നമ്മളെ അന്ത്യത്തോളം നിലനിർത്തും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1:8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലൊക്കെ അതുപോലെ വേറൊരു വാക്യമുണ്ട്, ദൈവം നമുക്ക് വാഗ്ദത്തം നൽകുന്നുണ്ട് അല്ലേ, രക്ഷയെക്കുറിച്ചൊരു വാഗ്ദത്തം. 1 കൊരിന്ത്യർ 1:8 മുതൽ 9. അവിടെ നിന്ന് നിർത്തിക്കേ. യേശുക്രിസ്തുവിൻ്റെ നാളിൽ എന്ന് പറഞ്ഞാൽ ഈ നാളാണ്, കർത്താവ് മടങ്ങി വന്ന് ലോകത്തെ വിധിക്കുന്ന നാള് അല്ലേ. പഴയ നിയമത്തിലൊക്കെ കർത്താവിൻ്റെ നാള്, ഡേ ഓഫ് ദ ലോർഡ് അല്ലേ എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റ് ഡേ ആയിരിക്കും, ന്യായവിധി ദിവസത്തെയാണ് കർത്താവിൻ്റെ നാള് അല്ലെങ്കിൽ യഹോവയുടെ നാളെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടാണ് യേശുക്രിസ്തുവിൻ്റെ നാൾ, അവൻ മടങ്ങി വന്ന ഈ ലോകത്തെ വിധിക്കുന്ന നാളിൽ നിങ്ങളെങ്ങനെ ഇരിക്കും? കുറ്റമില്ലാത്തവരായി ഇരിപ്പാൻ അവസാനത്തോളം ഉറപ്പിക്കും. അതൊരു വാഗ്ദത്തമാണ് അല്ലേ. തുറന്നു വായിച്ചാട്ടെ. ഇത് ചെയ്തെടുക്കുവാൻ അവൻ വിശ്വസ്തനാണ്. അടുത്ത വാക്യം ഫിലിപ്പിയ ലേഖനം 1:3-4. ഇംഗ്ലീഷിൽ ഫിലിപ്പിയ ലേഖനം 1:6. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുകയും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. ഫിലിപ്പിയർക്ക് വേണ്ടി മധ്യസ്ഥത പ്രാർത്ഥന ചെയ്തപ്പോൾ പൗലോസ് വിശ്വസിച്ചെന്തായിരുന്നു? നിങ്ങളിൽ നല്ല പ്രവൃത്തി തുടങ്ങിയവൻ, രക്ഷാപ്രവൃത്തി തുടങ്ങിയവൻ അന്ത്യത്തോളം അത് ചെയ്തു തീർക്കുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, എങ്ങനെ ഈ അന്ത്യം വരെ നിലനിർത്തുന്നത്? ബാലശിക്ഷ കൊടുത്ത്. കാരണം എന്താണ്? ഇല്ലെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ കൂടെ പോയി നമ്മൾ ശിക്ഷാവിധി പ്രാപിക്കും. അന്ത്യത്തോളം കർത്താവ് നമ്മളെ നിലനിർത്തും എന്ന് പറയുമ്പോൾ അവിടെ പാപം ചെയ്ത് അങ്ങ് സുഖിച്ചു ജീവിക്കാവുന്ന ആരും ചിന്തിക്കരുത്. അതിന് ഒത്തവണ്ണമുള്ള ബാലശിക്ഷയും ദൈവം നൽകും. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ എന്ന് ഞാൻ പറഞ്ഞ 4 കാര്യങ്ങൾ പറഞ്ഞതിൽ അവസാനം പറഞ്ഞൊരു കാര്യമാണ് വിശ്വാസം തുടർമാനമാണ്. നിർവ്യാജ വിശ്വാസം
തുടർമാനമാണ്. അല്ലാതെ 1977 ഞാൻ കർത്താവിൽ വിശ്വസിച്ചു പിന്നെ വിശ്വസിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. വിശ്വാസം തുടർമാനം, അന്ത്യത്തോളം വിശ്വസിച്ചാലേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അങ്ങനെ അന്ത്യത്തോളം നമ്മൾ വിശ്വസിക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് ചില ശിക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ നൽകും. അതാണ് ബാലശിക്ഷ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെ നമ്മൾ വിശ്വസിച്ച് അന്ത്യത്തോളം നിന്നാൽ കർത്താവ് നേരത്തെ പറഞ്ഞ വാഗ്ദത്തം പോലെ ശിക്ഷാവിധി നമുക്കില്ല. എന്നാൽ ഈ ശിക്ഷണത്തോട് പ്രതികരിക്കാതെ എതിർത്തു നിന്ന് നിൽക്കുന്ന ചിലവന്മാരുണ്ട് അല്ലേ. അവർക്കുള്ള കുഴപ്പം എബ്രായർ 10:26 മുതൽ 31 വളരെ നമുക്ക് ഭയാനകമായൊരു വാക്യമാണ്. പക്ഷെ അത് മനസ്സിലാക്കണം, ഇതുപോലെ ശിക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ എബ്രായ ലേഖനം തന്നെ അങ്ങനെ ഒരു ശിക്ഷണമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അല്ലേ. പിന്മാറ്റത്തിലേക്ക് പോകുന്ന എബ്രായ വിശ്വാസികൾക്കാണ് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനമൊക്കെ പോകാൻ വരെ രക്ഷിക്കപ്പെട്ടു, ഇനി ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞ് കൂസലില്ലാതെ നടക്കുന്നവർക്ക് മനസ്സിൽ വെക്കേണ്ട ഒരു മുന്നറിയിപ്പാണ് ഈ വാക്യം 10:26 മുതൽ 31. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം വിശ്വാസിയാണെന്നത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും സുവിശേഷം കേട്ടിട്ടുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ഇതുപോലെ മീറ്റിങ്ങിനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സത്യത്തിൻ്റെ ഒരു പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം അല്ല, പാപം ചെയ്താൽ എല്ലാവരും പാപമൊക്കെ അബദ്ധവശാൽ ചെയ്യും. പാപം ചെയ്യാത്തവരല്ല, നമ്മൾ കുറ്റമില്ലാത്തവരാണ്, അല്ല പാപം ഇല്ലാത്തവരല്ല. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, മനഃപൂർവ്വം അറിഞ്ഞ സത്യത്തിനെതിരെ മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കും. അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾക്ക് ഒരു യാഗവും ഇല്ല. ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും ഭയാനകമായ ഒരു ന്യായവിധിക്ക് വേണ്ടി ഇനി കാത്തിരുന്നാൽ മതി. എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ദൈവത്തിന്റെ ക്രോധാഗ്നിയും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മതി. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് പഴയ നിയമം അനുസരിക്കാത്തവന് കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിക്കുന്നു. അറിയാലോ, പഴയ നിയമത്തിൽ അറിയാലോ, കല്ലെറിഞ്ഞു കൊല്ലും അനുസരണക്കേട് കാണിക്കുന്നവർക്ക്. അങ്ങനെ ആണെങ്കിൽ ദേവപുത്രനെ ചവിട്ടിക്കളയും. അതിനേക്കാളും വലിയ ഉടമ്പടിയും വലിയ മധ്യസ്ഥനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനത്തെ ചവിട്ടിക്കളയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് സത്യത്തിന്റെ പരിജ്ഞാനവും നേരത്തെ പറഞ്ഞത്. യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു, രക്തത്തെക്കുറിച്ച് കേട്ടു, കൃപയെക്കുറിച്ച് കേട്ടു, പക്ഷേ എല്ലാം കേട്ടതേ ഉള്ളൂ, ജീവിതത്തിലൊന്നുമില്ല. ജീവിതത്തിൽ ഇതിനെതിരെ എല്ലാം പോയി അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിക്ക് എന്ത് പറ്റും? എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിച്ചു. പഴയ നിയമത്തിലെ അവനെ ഇത്ര ക്രൂരമായിട്ട് കൊന്നെങ്കിൽ പുതിയ നിയമത്തെ ഒരു കൂസലുമില്ലാതെ മനഃപൂർവ്വം പാപം ചെയ്ത് നടക്കുന്നവന് എത്ര ക്രൂരമായ ശിക്ഷാവിധി കടന്നു വരുമെന്ന് ഓർത്തുകൊള്ളണം. ബാക്കി വായിച്ചോട്ടെ, 31 വരെ വായിക്കാം. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. പഴയ നിയമത്തിലെ വാക്യങ്ങളാണ് അതൊക്കെ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. എങ്ങനത്തെ വീഴ്ചയായി പറയുന്നത്? ദൈവത്തിന്റെ പ്രതികാരം ചെയ്യുന്ന കയ്യിൽ വീഴുന്നത്. അതുപോലെ പിന്നെ ഭയാനകമായ ഒന്നുമില്ല. അപ്പോൾ കണ്ടോ, ഈ വിശ്വസിച്ചു കഴിഞ്ഞാൽ ശിക്ഷാവിധിയില്ല, രക്ഷിക്കപ്പെട്ടു, നീതീകരണം പ്രാപിച്ചു എന്ന് പറയുന്നത് ആരും വളച്ചൊടിച്ച് ഇനി മനഃപൂർവ്വം പാപമൊക്കെ ചെയ്ത് അങ്ങ് സൂക്ഷിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കരുത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിൽ വെക്കണം. വിശ്വസിച്ചാൽ നീതീകരണം ലഭിക്കും, നിത്യശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, ഇനി നമുക്കൊരു ശിക്ഷാവിധി ഇല്ല, നമ്മുടെ കുറ്റവും എല്ലാം പേറി കർത്താവ് ക്രൂശി മരിച്ചു, സത്യം തന്നെ. അതിൻ്റെ മറുവശമാണ് തുടർമാനമായിട്ട് അന്ത്യത്തോളം വിശ്വാസം കാത്തു സൂക്ഷിക്കണം അല്ലേ. എബ്രായ ലേഖനത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്, ആദ്യ വിശ്വാസം അന്ത്യത്തോളം മുറുകെ പിടിച്ചാൽ അല്ലേ, ആദ്യ പ്രത്യാശ അന്ത്യത്തോളം മുറുകെ പിടിച്ചാൽ. അല്ലാതെ ഇടയ്ക്ക് വെച്ച് മനഃപൂർവ്വം പാപമൊക്കെ ചെയ്ത് മീറ്റിങ്ങിനൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്, പക്ഷെ വീട്ടിൽ പോയി പാപം പാടില്ല. അത് കൃപയെ നമ്മൾ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പ്രസംഗിച്ചത് യൂദായുടെ ലേഖനത്തിൽ പറയുന്നില്ലേ അല്ലേ, കൃപയെ നമ്മൾ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി, ലൈസൻസാക്കി. ഇതല്ല ഈ പറയുന്നത്. എന്നാൽ സത്യമായിട്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനിൽ നടക്കുന്ന വിശ്വാസിക്ക് നിത്യശിക്ഷാവിധിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. നേരത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറഞ്ഞ പോലെ റോഡിൻ്റെ 2 സൈഡും ഓടയുണ്ട്. ഒന്നെങ്കിൽ ശിക്ഷാവിധി എന്നും പറഞ്ഞ് പേടിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ശിക്ഷാവിധി ഒന്നും ഇല്ലയെന്നും പറഞ്ഞ് ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകാനും പറ്റും. ഇത് രണ്ടും പാടില്ല അല്ലേ. ഇത് രണ്ടും മനസ്സിൽ വെക്കണം. അപ്പോൾ ശിക്ഷാവിധിയൊന്നും വിശ്വാസിക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെന്തോ നിങ്ങൾ ആദ്യം പറഞ്ഞ് നിങ്ങൾക്ക് ന്യായവിധി ദിവസം ഉണ്ടെന്ന്. അപ്പോൾ പിന്നെന്തോ ഈ ന്യായവിധി ദിവസത്തിൽ നടക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലേ. നമ്മൾ ശിക്ഷയൊന്നും പ്രാപിക്കാൻ പോകുന്നില്ല, പിന്നെന്തോ ഈ ന്യായവിധി ദിവസത്തിൽ സംഭവിക്കുന്നേ. അതിനൊരു വാക്യം വായിക്കാം, 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത്
നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു. നാം എല്ലാവരും ഒന്നും ഈ വാക്യത്തിലൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് വിശ്വാസികളെ കുറിച്ചാണ്. സഭയ്ക്കകത്താണ് പൗലോസ് ഇത് പറയുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കണം. എന്തിനു വേണ്ടിയിട്ട്? ശരീരത്തിൽ ചെയ്ത പ്രവൃത്തിക്ക് ഒത്തവണ്ണം എന്തോ പ്രാപിക്കേണ്ടതിന്. അപ്പൊ കണ്ടോ, നമ്മൾ കണക്ക് കൊടുക്കണം. ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു, നിത്യക്രോധം അതെല്ലാം പോയി, ശരി തന്നെ. പക്ഷെ എങ്കിലും ഇതുകൊണ്ടാണ് ഞാനിത് നിത്യ ശിക്ഷാവിധിയിൽ നിന്ന് നിത്യ ന്യായവിധിയായിട്ട് തന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. എല്ലാ വിശ്വാസികളും കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ പോയി നിന്ന് കണക്ക് കൊടുക്കണം. അതിന് മാറ്റമൊന്നുമില്ല. അതിൽ നിന്ന് വിടുതൽ കിട്ടുമെന്നല്ല കർത്താവ് യോഹന്നാൻ 5 പറഞ്ഞത്, നിങ്ങളിനി ശിക്ഷാവിധിയിലൊന്നും പോകത്തില്ലെന്ന്. അതല്ല. പക്ഷേ ന്യായവിധി നമുക്കുണ്ട്. ശിക്ഷാവിധി പോയി, ശരി, കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി എടുത്തു, തീർന്നു. പകരക്കാരനായിട്ട് നമ്മുടെ ശിക്ഷാവിധി കർത്താവ് സഹിച്ചു. പക്ഷേ ഇനി എന്തുണ്ട്? കണക്ക് കൊടുക്കലുണ്ട്, അല്ലേ? റോമാലേഖനം 14:10-12. നാം എല്ലാവരും, വീണ്ടും വിശ്വാസികളെ കുറിച്ചാണ് ഈ പറയുന്നത്. നാം എല്ലാവരും ദൈവത്തിൻ്റെ, അല്ലേ, ക്രിസ്തു എന്നല്ല ഇവിടെ പറഞ്ഞു, ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. എന്റെ മുമ്പിൽ എല്ലാ മുഴങ്ങാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എല്ലാവരും കണക്ക് ബോധിക്കേണ്ടി വരും. കേട്ടോ, അപ്പം ന്യായവിധി ദിവസത്തിൽ അവൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് എന്താണ്? കണക്ക് ബോധിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയാണ് വിശ്വാസികളെ സംബന്ധിച്ച് നമ്മൾ ശിക്ഷ വാങ്ങിക്കാൻ പോവുകയല്ല, നമ്മൾ എന്ത് വാങ്ങിക്കാൻ പോവുകയാണ്? പ്രതിഫലം വാങ്ങിക്കാൻ പോവുകയാണ്. അതാണ് ഇവിടുത്തെ വിഷയം. പല വാക്യങ്ങളുണ്ട് പ്രതിഫലങ്ങളെക്കുറിച്ച്. അതൊരു വലിയൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതൊന്നും എടുത്തിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. ഒരു സൂചന മാത്രം നൽകാം. 2 തിമോത്തി 4:7-8. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായവിധിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ആ ദിവസത്തിൽ, കണ്ടോ, ന്യായം വിധിക്കുന്ന ദിവസത്തിൽ പൗലോസിന് എന്തോ കിട്ടും? പ്രതിഫലം കിട്ടും, അല്ലേ? അപ്പോൾ കണ്ടോ, വിശ്വാസി പോയി ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് തൻ്റെ ജീവിതത്തിനൊത്തവണ്ണമുള്ള പ്രതിഫലം. ഈ പ്രതിഫലത്തിനാണ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്ത് കിട്ടുമെന്ന് പറഞ്ഞത്? കിരീടം. ഇപ്പോൾ കിരീടങ്ങൾ പലതും ബൈബിളിലുണ്ട്. അതൊക്കെ എടുത്ത് നമുക്ക് അത് തന്നെ ഒരു ബൈബിൾ സ്റ്റഡി ആക്കാം, അല്ലേ? നീതിയുടെ കിരീടം, തേജസ്സിൻ്റെ കിരീടം, ജീവൻ്റെ കിരീടം, ഇതൊക്കെ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇതൊക്കെ ശരിക്കും ഭൗതികമായ കിരീടമാണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പ്രതിഫലത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസി പോയി ന്യായവിധി ദിവസത്തിൽ അത് നല്ലതെങ്കിൽ നല്ലത്, തീയതെങ്കിൽ തീയത്, അപ്പോൾ രണ്ടും അവിടെ കണക്ക് കൊടുക്കണം, അല്ലേ? അപ്പം നമ്മൾ ഈ ജീവിക്കുമ്പോൾ ഇത് മനസ്സിൽ വെച്ചോണം, അവിടെ പോയി നിന്ന് കണക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. മുന്നോട്ട് നീങ്ങട്ടെ. ഇതുപോലെ തന്നെ അവിശ്വാസിയുടെ കാര്യം എടുത്ത് നമുക്ക് പഠിക്കാം. ഒരു 1.5 മണിക്കൂർ പോകും, അല്ലേ? അവിശ്വാസിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത്, അല്ലേ? ഞാൻ ഓടിച്ചങ്ങ് വായിക്കുകയാണ്. വാക്യങ്ങളൊന്നും നമ്മൾ വായിക്കുന്നില്ല. കർത്താവ് അവിശ്വാസിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടു, ഈ ന്യായവിധി ദിവസത്തിൽ അവൻ ദണ്ഡനം കൊടുക്കുകയാണ്, ശിക്ഷ കൊടുക്കുകയാണ്, പണിഷ്മെൻ്റാണ്. നമുക്കിത് ഡേ ഓഫ് അക്കൗണ്ടിങ്, ഡേ ഓഫ് റിവാർഡ്. അവർക്കിത് ഡേ ഓഫ് പണിഷ്മെൻറ്റ് ആൻഡ് ഡേ ഓഫ് റാത്ത്, അല്ലേ? കർത്താവിൻ്റെ കോപവും അവൻ്റെ ദണ്ഡനവും പ്രാപിക്കുന്ന ദിവസമാണ് ആർക്ക്? ദൈവത്തെ അറിയാത്തവർക്കും സുവിശേഷം വിശ്വസിക്കാത്തവർക്കും. എന്നാൽ വിശ്വസിച്ചവർക്ക് അവർ പ്രവർത്തിക്കത്തവണ്ണമുള്ള പ്രതിഫലവും പിന്നെ നിത്യരക്ഷ പ്രാപിക്കുന്ന ദിവസവും, അല്ലേ? അതൊക്കെയാണ് നമുക്ക്. അപ്പോൾ ആരെയാണ് കർത്താവ് ഈ ദണ്ഡനം കൊടുക്കുന്നത്? അതൊന്ന് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ 1-2 കാര്യങ്ങൾ വേഗം പറഞ്ഞു പോകാം. റോമാലേഖനം 2:5 പറഞ്ഞിരിക്കുകയാണ്, ഹൃദയകാഠിന്യം കാരണം അനുതപിക്കാത്തവരെ. എത്ര വചനം കേട്ടിട്ടും മതപരമായ ഭക്തിയും പിടിച്ച് സ്വന്തം നീതിയിൽ ഉറച്ചു നിൽക്കുന്ന അന്നത്തെ കാലത്തെ യഹൂദന്മാരെ പോലത്തെ, ഇന്നത്തെ പറഞ്ഞാൽ സാമുദായിക പള്ളിയിലൊക്കെ പോകുന്നവർ, അവരാണ് ഈ സ്വന്തം നീതിയൊക്കെ പറഞ്ഞിരിക്കുന്നവർ ഏറ്റവും കൂടുതൽ, അല്ലേ? അങ്ങനെ ഹൃദയകാഠിന്യത്താൽ അനുതപിക്കാത്തവരെ കർത്താവ് ശിക്ഷിക്കും. അതുപോലെ 2 തെസ്സലോനിയർ 1:7 നമ്മൾ കണ്ടു, ദൈവത്തെ അറിയാത്തവരും സുവിശേഷം അനുസരിക്കാത്തവരും. 2 തെസ്സലോനിയർ 2:9-12 വളരെ നീണ്ടൊരു വേദഭാഗമാണ്, എടുത്ത് പഠിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് സത്യത്തെ സ്നേഹിക്കാത്തവർ, അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. അന്തിക്രിസ്തുവിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്തിക്രിസ്തു കടന്നു വരുമ്പോൾ വ്യാജ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ വരും. പക്ഷേ ദൈവം തന്നെ ഇവർക്ക് അത് വിശ്വസിക്കുവാൻ വേണ്ടി ഇവരുടെ മേലൊരു വ്യാജ ആത്മാവിനെ വ്യാപരിപ്പിക്കും. അത് അന്ത്യകാലത്ത് സംഭവിക്കുന്നതാണേലും അവിടെ അടങ്ങിയിരിക്കുന്ന ഒരു തത്വം വളരെ കാതലായൊരു വിഷയമാണ്. ഈ വചനപ്രകാരമുള്ള സത്യം വിശ്വസിക്കാൻ ഉള്ളിലൊരു ഹൃദയമില്ലെങ്കിൽ ദൈവം തന്നെ നമ്മളെ എന്തിനേൽപ്പിച്ചു കൊടുക്കും? വ്യാജത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. കള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ വിശ്വസിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കും.
അവിടെ ന്യായവിധിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഉള്ളവരെ ദൈവം ദണ്ഡിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ എബ്രായർ 13:4 പറഞ്ഞിരിക്കുകയാണ്, വിവാഹം എല്ലാവരും മാനിക്കണം, വിവാഹ കിടക്ക നിർമ്മലമായിരിക്കും. അടുത്ത വാക്യം എന്താണ്? എത്ര പേർക്ക് അറിയാം? ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. അപ്പോൾ വളരെ എടുത്തു പറയപ്പെടുന്ന ഒരു പാപമാണ് ലൈംഗിക പാപങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളെ ദൈവം ഉറപ്പായിട്ടും ശിക്ഷിച്ചിരിക്കും. അത് നമുക്ക് 1 തെസ്സലോനിയർ 4:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. അത് സഭയോടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു സഹോദരനെ ചതിച്ചാൽ, അതായത് അവൻ്റെ ഭാര്യയെ കയറി ഉപയോഗിച്ചാൽ, അതിനുള്ള പ്രതികാരം നൽകുന്നത് അപ്പോസ്തലനോ സഭയിലെ പാസ്റ്ററോ ഞാനോ നിങ്ങളോ ഒന്നുമല്ല, പ്രതികാരം നൽകുന്നവൻ കർത്താവ് തന്നെയെന്ന് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലൈംഗിക പാപങ്ങൾ ചെയ്യുന്നവർക്ക് പ്രത്യേക ഒരു സ്ഥാനം ഈ ന്യായവിധി ദിവസത്തിൽ വെച്ചിട്ടുണ്ട്, അല്ലേ? എല്ലാ പാപം ചെയ്യുന്നവർക്കും ഉണ്ട്, പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുകയാണ്, വിടത്തില്ല, അല്ലേ? അത് സഭയിൽ അകത്തും പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. 1 തെസ്സലോനിയർ 4 ഈ ഹെബ്രായ ലേഖനം 13, 1 തെസ്സലോനിയർ 2 സഭയ്ക്ക് തന്നെ എഴുതിയത്. അത് വേറൊരു കാര്യം. ഇത് രണ്ടും സുവിശേഷീകരണത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, ഇത് രണ്ടും സഭയ്ക്കകത്താണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശിക്ഷാവിധി ഒന്നും വാങ്ങിച്ചു പിടിക്കരുത്, അല്ലേ? എന്താ ഇവർക്കുള്ള ശിക്ഷാവിധി? അത് വെളിപ്പാട് പുസ്തകം 20:10-15 നമ്മൾ വായിച്ചാൽ മനസ്സിലാവും. എന്താണ്? നിത്യ ഗന്ധക പൊയ്കയിലേക്ക് അവരെ തള്ളിയിടും, അല്ലേ? 20:10 പറഞ്ഞിരിക്കുകയാണ്, അവിടേക്കാണ് ആര് പോകുന്നത്? പിശാചും അന്തിക്രിസ്തുവും അന്നത്തെ കാലത്തെ ഈ വ്യാജ പ്രവാചകനും കള്ള പ്രവാചകനും എല്ലാം അവസാനം നിത്യ പൊയ്ക. ഇപ്പം പിശാചിനെ അവസാനം കൊണ്ടിടുന്നിടമാണ് ഈ നിത്യ പൊയ്ക. അതാണ് ശരിക്കുള്ള നരകം എന്ന് പറയുന്നത്, അല്ലേ? നരകം എന്നുള്ള വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നിത്യഗന്ധക പൊയ്ക, ലേക്ക് ഓഫ് ഫയർ, അല്ലേ? തീ പൊയ്ക. പക്ഷെ അത് കഴിഞ്ഞിട്ട് വെളിപ്പാട് 20:15 പറഞ്ഞിരിക്കുകയാണ്, ജീവൻ്റെ പുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരെയും അവിടെ തന്നെ പിടിച്ചിട്ടെന്ന്. അപ്പോൾ കണ്ടോ, ഈ ദണ്ഡനം, ശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങോട്ടാണ് ഈ പോക്ക്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറി ഈ ഗന്ധക പൊയ്കയിലേക്ക് അവരെ തള്ളിയിടപ്പെടും. അപ്പോൾ അത് നമുക്ക് ഓടിച്ചങ്ങ് പറഞ്ഞു, കാരണം ഇവിടെ അവിശ്വാസികളാരും ഇരിപ്പില്ലല്ലോ. അപ്പോൾ അവസാനമായിട്ട് ഇത്രയും കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഇനി 5 പ്രായോഗിക തലത്തിലുള്ള ഇതിൻ്റെ പ്രയോജനങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന ഉപദേശം വിശ്വസിക്കുകയാണെങ്കിൽ പ്രായോഗിക തലത്തിൽ നമ്മുടെ ജീവിതത്തിൽ തെളിവായി വരേണ്ട കാര്യങ്ങൾ, പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ്. അതിന് നമുക്ക് ഒന്നാമത് നമ്മൾ വായിച്ച വാക്യം തന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 17:30-31. മലയാളത്തിൽ ആ 2 വാക്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര വ്യക്തമല്ല, ഇംഗ്ലീഷിലൊക്കെ വളരെ വ്യക്തമാണ്. എങ്കിലും നമുക്ക് ആ വാക്യം വായിച്ച് കേൾക്കാം. 17:30-31. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. കണ്ടോ, ഇങ്ങനൊരു നിത്യ ന്യായവിധി ദിവസം ദൈവം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അതിന്റെ തൊട്ടുമുമ്പത്തെ വാക്യത്തിലുണ്ട്. മുമ്പ് നിങ്ങൾ അറിവില്ലായ്മ കാലത്ത് ചെയ്ത പാപമൊക്കെ ദൈവം മറക്കാൻ തയ്യാറാണ്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ഇപ്പോൾ മാനസാന്തരപ്പെട്ടില്ല, എന്താ കുഴപ്പം? വരുവാനിരിക്കുന്ന നിത്യ ന്യായവിധി ദിവസത്തിൽ ശിക്ഷാവിധി പ്രാപിക്കും, അല്ലേ? ഇംഗ്ലീഷിലൊക്കെ ഫോർ ഹി ഹാസ് അപ്പോയിൻറ്റഡ്, അതൊരു കണക്ഷൻ ഉണ്ട് അവിടെ 2 വാക്യങ്ങൾ തമ്മിൽ, അല്ലേ? കാരണം അവൻ നിയമിച്ച പുരുഷൻ ഒരു ദിവസം നിത്യ ന്യായവിധി നടത്തും. അപ്പോൾ ഈ നിത്യ ന്യായവിധി ദിവസം മുന്നിൽ കണ്ടു വേണം ഇന്ന് പാപികൾ മാനസാന്തരപ്പെടുവാൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് സുവിശേഷ പ്രഘോഷണത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. എന്തിന് ഞാൻ മാനസാന്തരപ്പെടണമെന്ന് ചോദിച്ചാൽ, ഇല്ലെങ്കിൽ നീയൊക്കെ നിത്യ പൊയ്കെ പോകും, ശിക്ഷാവിധി പ്രാപിക്കും. ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ വ്യക്തികളും എങ്ങോട്ടായി പോകുന്നേ? നരകത്തിലോട്ടായി പോകുന്നേ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ. അപ്പോൾ അവിടാണ് മാനസാന്തരപ്പെടുന്നതിൻ്റെ പ്രസക്തി ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നിത്യ ശിക്ഷാവിധിയിൽ വിശ്വസിക്കുന്നത് കൊണ്ടായിരിക്കണം മാനസാന്തരപ്പെട്ടത്. ഇനി നമ്മൾ രക്ഷിക്കപ്പെടുക മാത്രമല്ല, ഇപ്പോൾ നമ്മൾ മാനസാന്തരപ്പെടുന്നതും തുടർമാനമായി മാനസാന്തരപ്പെടുന്നതും, അയ്യോ ഒരു നാൾ പോയി കണക്ക് കൊടുക്കണമല്ലോ, അല്ലേ? ഇപ്പോൾ കർത്താവ് അവിടെ ചെല്ലുമ്പോൾ ചോദിക്കും, നിന്നോട് ഞാൻ ഒരു പാപം കുറച്ച് നാൾ മുമ്പ് പറഞ്ഞല്ലോ, അതൊന്ന് അതിജീവിക്കണമെന്ന്. അതിജീവിച്ചോ? ഇല്ല, ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അതിജീവിച്ചിട്ടില്ല പാപം. നീ അത് അതിജീവിച്ചിരുന്ന് ഞാൻ നിന്നെ എന്താക്കുമെന്ന് ഇതാ കണ്ടോ, ഒരു വീഡിയോ പ്രസൻറ്റേഷൻ. അയ്യോ, ഇതൊന്നും നീ ചെയ്തില്ല, ഇതെല്ലാം നഷ്ടപ്പെടുത്തി, ഇതിൻ്റെയൊക്കെ പ്രതിഫലവും നിനക്കില്ല. അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ
വല്ല ബംഗ്ലാവിലും താമസിക്കേണ്ടവനായിരുന്നെങ്കിൽ സ്വർഗത്തിലെ തൂപ്പുകാരൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി. കാരണം ആ ലെവലിലേ നമ്മൾ പ്രവർത്തിച്ചുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങളോടൊക്കെ കർത്താവ് ഒരു പാപം മാറാൻ പറഞ്ഞാൽ എത്ര സെക്കൻഡിനകത്ത് നമ്മൾ മാറും, അല്ലേ? മിക്കവാറും ഞാൻ കേട്ടിട്ടുണ്ട്, അയ്യോ പാസ്റ്ററെ 10 വർഷമായി ഇതുവരെ ആ പാപം വിട്ടിട്ടില്ല. അതിങ്ങനെ സ്ഥിരമാണ്, അല്ലേ? എത്ര പേര് ദേഷ്യമൊക്കെ, കോപം, ഇതൊക്കെയാണല്ലോ വളരെ എളുപ്പം. നമ്മളെല്ലാവരും ദേഷ്യപ്പെടുന്നതുകൊണ്ട് ആരും ഒന്നും പറയാറില്ലല്ലോ, അല്ലേ? ഇപ്പം നമ്മൾ വിശ്വാസികളെല്ലാം വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ദേഷ്യപ്പെട്ടവന്തോ അന്ന് എല്ലാവരും ദേഷ്യപ്പെടുക, അല്ലേ? അങ്ങനത്തെ ചില പാപങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു കുഴപ്പമില്ല, കർത്താവിന് മാത്രമേ ഉള്ളൂ കുഴപ്പം, നമുക്കൊരു കുഴപ്പമില്ല ഈ പാപമൊക്കെ, അല്ലേ? അപ്പോൾ മാനസാന്തരപ്പെടുന്നുണ്ട്. നമ്മൾ കണക്ക് കൊടുക്കാൻ വേണ്ടി ആണോ, അല്ലേ? ഇപ്പം നിങ്ങളോട് നിങ്ങളുടെ ഓഫീസിലെ ബോസ് പറയേണ്ടതാണ്ട് 50,000 രൂപ വെച്ചോ, ഒരു മാസം കഴിയുമ്പോൾ ഞാൻ ചോദിക്കും ഇത് എങ്ങനെയൊക്കെ ചിലവാക്കിയെന്ന്. നമ്മൾ എങ്ങനെയായിരിക്കും ചിലവാക്കുന്നത്? അതങ്ങോട്ട് എടുത്ത് അവിടെ അങ്ങോട്ട് തട്ടും പുറത്തിട്ടു, അവിടെ ഉണ്ട് 50,000. അങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത്? അതോ അയ്യോ ഒരു പൈസ പോയാൽ ഇനി അങ്ങേരോട് പറയണം? നമ്മളെങ്ങനെ, നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ ക്രിസ്തീയ ജീവിതം, അയ്യോ കർത്താവിനോട് ഇത് പറയണമല്ലോ, അല്ലേ? ഇപ്പോൾ ചില ചെറുപ്പക്കാർ എന്ന് പറയും, ചേട്ടാ സിനിമ കാണാവോ? ഓക്കെ, ഉത്തരം ഇതാണ്, നിത്യന്യായവിധി ദിവസം പോയി കണക്ക് കൊടുക്കാൻ തയ്യാറാണോ? ഇത്ര മണിക്കൂർ നീ ഇതിനു വേണ്ടി ചെലവഴിച്ചു, ഇതിന് എന്ത് പ്രാപിച്ചു, ഇതിൻ്റെ നിത്യമായ പ്രയോജനം എന്താണ്, ഇതൊക്കെ കണക്ക് ബോധിക്കാൻ പ്രാഗൽഭ്യം ഉണ്ടെ പോയിരുന്നു കണ്ടോ, അല്ലേ? എല്ലാ കാര്യങ്ങളും നമുക്കിങ്ങനെ തീരുമാനിക്കാൻ പറ്റും. അന്ത്യനാളിൽ എനിക്ക് കണക്ക് കൊടുക്കാൻ പ്രാഗൽഭ്യമുള്ളൊരു കാര്യമാണെങ്കിൽ ചെയ്തോ, പ്രാഗൽഭ്യം ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ കണ്ടോ, മാനസാന്തരപ്പെട്ട് ജീവിക്കണം. 2 കൊരിന്ത്യർ 5:9-10. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ ആകുന്നു അഭിമാനിക്കുന്നു. ഇവിടെയും ഈ 2 വാക്യങ്ങളും തമ്മിലുള്ള ബന്ധം സൂചിപ്പിച്ചിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ ജീവിച്ചാലും ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിനെ പ്രസാദിപ്പിക്കണം. കാരണം അടുത്ത വാക്യം, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായസ്ഥാനത്തിലും. ഇത് നമ്മൾ നേരത്തെ വായിച്ച വാക്യമാണ്, പക്ഷേ ഈ പശ്ചാത്തലം ഇതാണ്. ഞങ്ങൾ എവിടെ ആണേലും മരിച്ച് കർത്താവിൻ്റെ അടുക്ക പോയാലും സ്വർഗത്തിൽ പോയാലും അല്ല ഇവിടെ ഭൂമിയിൽ കർത്താവിൽ നകന്നാണേലും ഞങ്ങൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, അവനെ പ്രസാദിപ്പിക്കണം. കാരണം അന്ത്യനാളിൽ അവൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ പോയി കണക്ക് കൊടുക്കണം. കണ്ടോ ആ ബന്ധം, കണ്ടോ 2 വാക്യങ്ങളും തമ്മിൽ. അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, സ്വർഗത്തിൽ പോയാലും എനിക്ക് ആ ഉദ്ദേശമുള്ളൂ. സ്വർഗത്തിൽ പോകുമ്പോൾ ഉള്ള ഉദ്ദേശം ഇപ്പോഴേ നമ്മുടെ ജീവിത ഉദ്ദേശമായി ജീവിക്കുന്നവനാണ് ഭക്തൻ. അല്ലാതെ ഇവിടെ ഒരു ഉദ്ദേശം പിന്നെ മരിച്ചു കഴിഞ്ഞവന് ഭയങ്കര ആത്മീയതയൊക്കെ ആവാമല്ലോ, മരിച്ച സ്വർഗത്തിൽ പോയിട്ട് ആത്മീയനാകാമെന്ന് പറയുന്നവനല്ല, ഇപ്പോഴേ അവിടുത്തെ പോലെ ഇവിടെ ജീവിക്കാൻ നോക്കുന്നവനാണ് ഭക്തൻ. പക്ഷെ കാരണം എന്താണ്? ന്യായവിധി ദിവസത്തിൽ ഞാൻ പോയി നിൽക്കണമല്ലോ. 2 പത്രോസ് 3:10-12. കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ന്യായവിധി ദിവസം കള്ളനെ പോലെ പ്രതീക്ഷിക്കാത്തപ്പോൾ കടന്നു വരും. ആകാശം ഒഴിഞ്ഞു പോകും, എല്ലാ മൂലപദാർത്ഥങ്ങളും കത്തും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂമിയെ ദൈവം വെച്ചിരിക്കുന്നത് അവസാനം അഗ്നിയാൽ ചുട്ടു കളയാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരിക്കാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എത്ര വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. അപ്പോൾ കണ്ടോ, ഈ ഉപദേശം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ തെളിവായി വരേണ്ട 2ാമത്തെ കാര്യമാണ് അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാനായിരിക്കും ലക്ഷ്യം. വിശുദ്ധിയോടെ ജീവിക്കണം, ഭക്തിയോടെ ജീവിക്കണം. കാരണം ഈ ലോകം ഒരു മുങ്ങിക്കപ്പലാണ്, ഇത് മുങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനു വേണ്ടി ജീവിക്കരുത്, അല്ലേ? ഇതൊക്കെ കത്തി നശിക്കാൻ പോവുകയാണ്, അല്ലേ? ഇപ്പം നമ്മളോട് പറയുകയാണ്, 1 മണിക്കൂറിനകത്ത് സുനാമി വരികയാണ്, വീട് വിട്ടോളാൻ. അപ്പോൾ നമ്മൾ പറയും, അയ്യോ എൻ്റെ ആ മിക്സി എനിക്ക് അതൊന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയെങ്കിൽ, അല്ലേ? പിന്നെ മിനിഞ്ഞാന്ന് വാങ്ങിച്ച പെൻസിൽ അതിൻ്റെ മൊന ഒടിഞ്ഞു, അതൊന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ, അല്ലേ? നമ്മളാരെങ്കിലും എടാ ഇതൊക്കെ മുങ്ങാൻ പോകുന്ന ആർക്ക് വേണം എന്ന് പറഞ്ഞാൽ, കത്താൻ പോകുന്ന ഈ ലോകത്തിലെ സ്വർണം മറ്റേത് മറിച്ച് ഇതിനൊക്കെ വേണ്ടി ആളുകൾ അടിയിട്ടുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? സ്വത്ത് വകകൾക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം കത്തി നശിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് ശരിയായ വിശ്വാസികൾ. അവരോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എത്ര വിശുദ്ധന്മാരും ഭക്തന്മാരുമായിട്ട് ജീവിക്കണം. അപ്പോൾ അതാണ് 2ാമത്തെ തെളിവ്, കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കുവാനുള്ള ലക്ഷ്യബോധം. 3ാമതായിട്ട് 2 കൊരിന്ത്യർ 5:11. അതിൻ്റെ 1ാമത്തെ ഭാഗം, ആകയാൽ കർത്താവിനെ ഭയപ്പെട്ടിട്ട്. ഇത് നമ്മൾ നേരത്തെ വായിച്ച ആ വാക്യത്തിൻ്റെ അടുത്ത വാക്യമാണ്.
ന്യായവിധി ദിവസത്തിൽ അവൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ പോയി നമ്മൾ നിൽക്കണം എന്നുള്ള ബോധ്യം നിമിത്തം ഞങ്ങൾക്ക് എന്തുണ്ട്? കർത്താവിനോട് ഭയം, അല്ലേ? അത് നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 1 പത്രോസ് 1:17. മുഖപക്ഷം കൂടാതെ, മുഖം നോക്കാതെ, ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ, ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിക്കും. നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന പ്രവാസകാലം ഭയത്തോടെ ജീവിക്കണം, അല്ലേ? ഭയഭക്തിയോടെ ജീവിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. ഇങ്ങനെ കർത്താവിൻ്റെ രണ്ടാം വരവിലെ ഈ നിത്യ ന്യായവിധി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോടുള്ള ഭയത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. നമ്മൾ ഈ പലപ്പോഴും ഈ ഭൂമിയിലെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടിപ്പോകുന്നതിൻ്റെ കാരണം യഹോവ ഭക്തിയില്ല, ഫിയർ ഓഫ് ദ ലോർഡ്, അല്ലേ? യഹോവ ഭയമില്ല. ഭയം വരണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം അന്ത്യത്തിൽ മുഖപക്ഷം നോക്കാതായിരിക്കും നിത്യന്യായവിധി. കർത്താവ്, എൻ്റെ കാര്യം മാത്രമൊന്നും, ഞാൻ പ്രസംഗകനൊക്കെ ആയിരുന്നല്ലോ, ഇല്ലില്ല, എല്ലാവർക്കും ഒരേ നിലവാരമൊക്കെ തന്നെ. പൗലോസ് മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും ഒരേ നിലവാരം തന്നെ, അല്ലേ? പ്രതിഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങളൊരു കാര്യത്തിൽ വിശ്വസ്തനായിരുന്നില്ലെങ്കിൽ. അപ്പോൾ ആ അന്ത്യത്തിലെ ആ ന്യായവിധി, ആ കണക്ക് കൊടുക്കൽ ഓർത്തുകൊണ്ട് ഇന്ന് ഭയത്തിൽ ജീവിക്കണം. നിങ്ങളുടെ പ്രവാസകാലം മുഴുവൻ ഭയത്തിൽ ജീവിക്കണം. കർത്താവിനെ ഞങ്ങൾ ഭയപ്പെടുന്നു, 2 കൊരിന്ത്യർ 5:11, അല്ലേ? ഏത് രീതിയിലുള്ള മയമില്ലാത്ത ന്യായവിധിയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മത്തായി 12:36-37. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പൊ കണക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ പ്രസംഗിച്ചോ, സുവിശേഷം പറഞ്ഞോ, പ്രാർത്ഥിച്ചോ എന്നുള്ള വിഷയം മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കേട്ടോ, ഏത് നിസാര വാക്കിനും കണക്ക് കൊടുക്കണം. മുഴുവൻ വായിച്ചേ. എന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും എന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ ശരിക്കും വിശ്വസിച്ച് നീതീകരിക്കപ്പെടുവാനാണെന്ന് അറിയാൻ കർത്താവിന് ഒരുപാട് സമയമൊന്നും വേണ്ട. നിന്റെ ആ നാക്കൊന്ന് നീട്ടിയേ, അതിൽ നിന്ന് തന്നെ തെളിവായി. നമ്മുടെ സംസാരത്തിൽ നിന്ന് കർത്താവിന് തെളിയിച്ചെടുക്കാൻ പറ്റും ശരിക്കും വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ചവനാണോ അല്ലേ എന്ന്. വിശ്വാസിയെ തിരിച്ചറിയാൻ പറ്റുന്ന, ഭക്തന്മാരെ തിരിച്ചറിയാൻ പറ്റുന്നതിന് ഒരു കാര്യം നോക്കിയാൽ മതി, നാവ് നോക്കിയാൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ച് ചിന്തിച്ച് നോക്കിയേ. ഭക്തന്മാരല്ല, പക്ഷെ വലിയ പാസ്റ്ററാണ്, പ്രസംഗകനാണ്, നാവ് നോക്കിയാൽ മതി. ഇയാൾ ഭക്തനൊന്നുമല്ല. ഇയാൾ കുറേ പ്രസംഗിക്കും, ഇയാൾ കുറേ മീറ്റിങ്ങൊക്കെ നടത്തും, പക്ഷെ വായി വരുന്നത് മുഴുവൻ ചപ്പ് ചവറ്, വെറും അഴുക്ക ലൗകിക കാര്യങ്ങളും തല്ലിപ്പുളി കോമഡിയും അങ്ങനത്തെ വചനപ്രകാരമല്ല. അങ്ങനെയുള്ളവർ ഇനി എന്തൊക്കെ ഷോ കാണിച്ചാലും ഭക്തനല്ല. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ എല്ലാ മാർഗദർശികളും എൻ്റെ ആത്മീയ പിതാക്കന്മാരും എല്ലാം നാവിന് കടിഞ്ഞാടുന്നവരാണ്. ഭയങ്കര സൂക്ഷ്മമായിട്ട് നാവിന് കടിഞ്ഞാടുന്നവരാണ് എൻ്റെ മെൻറ്റേഴ്സ് എല്ലാം. അത് ഞാൻ അങ്ങനെ നോക്കി കണ്ടുപിടിച്ച് തിരഞ്ഞെടുത്ത് മെൻറ്റേഴ്സ് ആക്കിയതാണ്. പക്ഷേ ഞാൻ വേറെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഭയങ്കര പ്രസംഗമൊക്കെയാണ്, പക്ഷേ നാവൊക്കെ പോക്കാണ്. അപ്പോൾ എനിക്കത് വേണം, കാരണം ഞാൻ ആ കാറ്റഗറിപ്പെട്ട നാക്കൊക്കെ പോക്കാം എൻ്റെ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ മെൻറ്റേഴ്സ് വേണം. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് ഭക്തന്മാരെ തിരിച്ചറിയാൻ നാവ് മതി. പക്ഷേ കണ്ടോ, അന്ത്യനാളിൽ നിസാര വാക്കിന് പോലും നമ്മൾ അയ്യോ കണക്ക് കൊടുക്കണം, ഇതൊന്നും ഓർത്തില്ലല്ലേ, ഇത്ര എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്, അയ്യോ ഇതിനൊക്കെ കണക്ക് കൊടുക്കണം, ഇച്ചിപ്പോന്ന് പറഞ്ഞതിനും, അല്ലേ, നിൻ്റെ സഹോദരനെ നീ മണ്ടനെന്ന് വിളിച്ചതും എല്ലാത്തിനും കണക്ക് കൊടുക്കണം. അയ്യോ, അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് തുടങ്ങാം. ഇല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലെ വെറും തൂപ്പുകാരും വല്ലതൊക്കെ ആയിരിക്കും കേട്ടോ. തൂപ്പുകാരെ കളിയാക്കി പറയല്ല, പക്ഷേ അവിടെ വല്ല കുടിലെങ്കിലും കിട്ടണമെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളൊക്കെ എന്നെക്കാളും പ്രായം കുറഞ്ഞാണല്ലോ എല്ലാവരും, അങ്കിളും ആൻറ്റിമാർ ഒഴിച്ച്, അല്ലേ? ബാക്കി നമ്മുടെ മെയിൻ ആൾക്കാരെല്ലാം എന്നെക്കാളും ചെറുപ്പക്കാരാണ്. അപ്പോൾ ഇന്നെങ്കിലും തുടങ്ങാം നമുക്ക്. നാവൊക്കെ സൂക്ഷിക്കണം, കാരണം അവിടെ പോയിട്ട് കണക്ക് കൊടുക്കണം. അപ്പോൾ അത് മനസ്സിൽ വെച്ചോണം, കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഭയത്തോടെ നമ്മൾ ജീവിക്കണം. ഇനി 4-ാമത്തെ കാര്യം 2 കൊരിന്ത്യർ 5:11 വായിച്ചേ. കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത്? മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ആ 5-ാം അധ്യായം എടുത്തു പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. സുശേഷീകരണത്തെക്കുറിച്ചായി പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. കർത്താവിൻ്റെ സേനാധിപതികളാണ് ഞങ്ങൾ, ദൈവത്തിൽ നിരപ്പ് പ്രാപിക്കുക. അപ്പോൾ കണ്ടോ, കർത്താവിൻ്റെ ഭയം. അയ്യോ, ഒരു നാൾ ഒരു നിത്യ ശിക്ഷാവിധി ദൈവം വെച്ചിട്ടുണ്ട്, എല്ലാവരും പോയി അവിടെ നിൽക്കേണ്ടി വരും, അത് വളരെ ഭയാനകമായൊരു കാര്യമാണെന്ന് ഓർത്തിട്ട് ഞങ്ങളെന്താ മനുഷ്യരോട് ചെയ്യുന്നത്? അയ്യോ സമ്മതിപ്പിക്കുകയാണ്. എന്താ സമ്മതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുകയാണ്, അവരെ അനുനയിപ്പിക്കുകയാണ്, പെർസ്വേഡ് ചെയ്യുകയാണ്. ബിലീവ് ദ ഗോസ്പൽ, സുവിശേഷം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനർത്ഥം? ഈ ഉപദേശം വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സുവിശേഷം പ്രസംഗിക്കും അവിശ്വാസികളോട്, അല്ലേ?
അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്, നമ്മളെ ഈ അർജൻസി കൊണ്ടുവരുന്നത്, അല്ലേ? വളരെ അത്യാവശ്യ ബോധത്തോടെ പോയി നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇല്ല, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ ഉറപ്പായിട്ടും ശിക്ഷാവിധി പോകും. ആ ഭയം നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ എത്രയും വേഗം സുവിശേഷീകരിക്കുവാനുള്ളൊരു പ്രേരണ ജനിപ്പിക്കുന്നു. അത് അവിശ്വാസികളുടെ കാര്യത്തിൽ. എന്നാൽ വിശ്വാസികളുടെ കാര്യത്തിൽ 2 തിമോത്തി 4:1-2 വാക്യങ്ങൾ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തേശുവിനെയും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവത്തെയും പിന്നീട് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കുവാനുള്ള യേശുക്രിസ്തുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. ഇത്രയും ആമുഖം പറഞ്ഞു ഭയങ്കര കൽപ്പനയായിരിക്കും അല്ലേ? ഇത്രയും ചുമ്മാ കൽപ്പന കൊടുത്താൽ പോലും ഒരു ആജ്ഞ കൊടുക്കുന്നതിന് പറയുകയാണ്, ഞാൻ ദാ ദൈവത്തെ വിളിക്കുന്നു, യേശുക്രിസ്തുവിനെ വിളിക്കുന്നു, അവൻ ന്യായവിധി ദിവസം നിങ്ങളെ വിസ്തരിക്കാൻ പോകുന്നവനാണ്, അവൻ്റെ പ്രത്യക്ഷത, അവൻ്റെ രാജ്യം, ഇതെല്ലാം സത്യം ചൊല്ലി ഞാൻ നിന്നോട് പറയുന്ന ആജ്ഞ. എത്ര പേർക്കറിയാം എന്തോ ഈ കൽപ്പനയെന്ന്? എന്താ അടുത്ത വാക്യം? വചനം പ്രസ്താവിക്കുക. ഇത് പ്രസംഗർക്കുള്ളതാണ്, അല്ലാതെ തോന്നിവാസം പ്രസംഗിക്കരുത്. കാരണം എന്താണ്? അവസാന നാൾ അതിനും കണക്ക് കൊടുക്കണം. നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ കണക്ക് കൊടുക്കണം. ഇതുപോലൊരു വാക്യം വേറെ ഇല്ല ബൈബിളിൽ. ഇത്രയും കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് നീട്ടിപ്പിടിച്ചു കൊടുക്കുന്ന വേറെ ഒരു കൽപ്പനയില്ല. ഏറ്റവും കഠിനമായിട്ട്, അതായത് വളരെ കർക്കശമായിട്ട് അപ്പോസ്തലൻ കൊടുക്കുന്ന കൽപ്പനയാണ്, പുൾപിറ്റിൽ കയറുന്നവൻ വചനം മാത്രമേ പ്രസംഗിക്കുള്ളൂ. കള്ളക്കഥകളും കോമഡിയും തോന്നിവാസവും സിനിമ കണ്ട കഥയൊന്നും പറയാൻ പാടില്ല. ഇന്ന് എന്തും വിളിച്ചു പറയും. ആളുകൾ കൈയടിക്കുമെങ്കിൽ എന്തും പറയും. ആളുകളെ സൂചിപ്പിക്കാൻ എന്ത് പറയും? അങ്ങനെ ഒരു കോമാളിയല്ല പ്രസംഗകൻ. അവനെ ദൂതയച്ച് ദൈവം അയച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ വായായിട്ടിരിക്കാൻ. അപ്പോൾ കണ്ടോ, വിശ്വാസിയോട് നമ്മൾ എന്ത് പ്രസംഗിക്കണം? വചനം പ്രസംഗിക്കണം, അല്ലേ? എന്നിട്ടാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത്, അവർ പത്യോപദേശം കേൾക്കത്തില്ല, അവർ കർണരസകമാർ തോന്നിവാസം എല്ലാം കേൾക്കും. ഇന്ന് തന്നെ നമ്മൾ TV ഒക്കെ വെച്ചാൽ എന്തൊക്കെ ചപ്പ് ചവറാണ് ഓരോരുത്തന്മാർ പ്രസംഗിക്കുന്നത്. ഇവനൊക്കെ ന്യായ ദിവസം പോയി കണക്ക് കൊടുക്കണം, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ചെയ്ത ശുശ്രൂഷ എല്ലാം, അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ, അല്ലേ, അവിശ്വാസികളോട് നമ്മൾ സുവിശേഷം പറയും, വിശ്വാസികളോട് നമ്മൾ വചനം പ്രസ്താവിക്കും. അങ്ങനെ നമ്മുടെ ശുശ്രൂഷയിലും ഈ ഉപദേശം നിമിത്തം ചില പ്രായോഗിക ഗുണങ്ങളുണ്ട്, അല്ലേ? അത് കഴിഞ്ഞിട്ട് അവസാനത്തെ 5-ാമത്തെ പ്രായോഗിക തലത്തിലെ പ്രയോജനം എന്ന് പറയുന്നത്, ഈ നിത്യ ന്യായവിധിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു മര്യാദയാണ് അന്യോന്യം വിധിക്കരുത്. അത് പുതിയ നിയമത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. റോമാലേഖനം 14 നിന്നുള്ള ചില വാക്യങ്ങൾ വായിക്കാം. 4, 10, 12, 13 ഒരുമിച്ച് അങ്ങ് വായിക്കാം. മറ്റൊരുത്തൻ്റെ ദാസനെ വിധിപ്പാൻ നീ ആര്? അവൻ യജമാനന് നിൽക്കുന്നു, യജമാനന് വീഴുന്നു. കർത്താവിന് അവനെ നിൽക്കുവാനും കഴിയും. ഇപ്പൊ വീണ് കിടക്കുകയാണെങ്കിലും കർത്താവിന് അവനെ നേരത്തെ പറഞ്ഞ ബാലശിക്ഷയൊക്കെ കൊടുത്ത് ഉയർത്താനും പറ്റും. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? ധിക്കരിക്കുന്നത് എന്ത്? കണ്ടോ, ഇവിടെ കണ്ടോ പൗലോസ് ആ വിഷയം കൊണ്ടുവന്നുണ്ടോ? നാം എല്ലാവരും കർത്താവിന്റെ ന്യായവിധി ദിവസം അവന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. 12, 13. കണക്ക് ദൈവത്തോട് ബോധിച്ചോളും, നിങ്ങളോട് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞാട്ടെ. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരന് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിക്കാൻ മാത്രം, അത് മാത്രം നോക്കിയാൽ മതി. മറ്റൊരുവന് ഇടർച്ചയോ തടങ്കലോ വരുത്താതെ, അവരുടെ വിശ്വാസ ജീവിതത്തിന് ഒരു രീതിയിൽ ഒരു തടസ്സം വരുത്താതിരുന്നാൽ മാത്രം മതി. അവരെ വിധിക്കുവാൻ നമ്മളല്ല ന്യായവിധി കർത്താവ്. അതാരാണ്? യേശുക്രിസ്തുവാണ്. അല്ലാതെ എന്നോടല്ല നമ്മൾ കണക്ക് പറയേണ്ടത്. നിങ്ങളാരും എന്നോടല്ല കണക്ക് പറയേണ്ടത്. അപ്പം ഞാൻ നിങ്ങളെ വിധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിധിക്കുക എന്ന് പറയുമ്പം ശ്രദ്ധിക്കണം, അതൊരു കുഴപ്പം പിടിച്ച വേറൊരു വിഷയമാണ്. വിധിക്കുക എന്ന് പറയുമ്പോൾ വിവേചിക്കേണ്ടെന്നോ എന്താ പറയുക, ശിക്ഷണം കൊടുക്കേണ്ടെന്നൊന്നുമല്ല, അല്ലേ? ഇപ്പം നമ്മൾ ഏമിയെ നമ്മൾ കയറി വിധിച്ചു, മോളിന്ന് ശരിയല്ല എന്ന് പറഞ്ഞാൽ വിധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശരിയാകും? അല്ല. അപ്പനമ്മമാർ മക്കളെ ശിക്ഷണം കൊടുത്ത് വളർത്തണം. ഈ വിധിക്കരുതെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് കുറ്റം വിധിക്കരുത്, എഴുതിത്തള്ളരുത്. ആ കുറ്റം വിധിയെക്കുറിച്ചാണ് ഇവിടെ പറയുക. കാരണം ഇതേ അപ്പോസ്തലൻ 5-ാം അധ്യായം ആവുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ വിധിക്കണം. നിങ്ങളുടെ ഇടയിൽ ഒരുത്തൻ ലൈംഗിക ഭാവം ചെയ്തുകൊണ്ടിരിക്കുക, അവനെ വിധിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിധിക്കുക എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ട്. പക്ഷേ ശിക്ഷാവിധി നടത്തുവാൻ, കുറ്റം വിധിച്ച് എഴുതിത്തള്ളുവാൻ നമ്മൾ ആരും ആളല്ല. കാരണം നമ്മളെല്ലാവരും പോയി കർത്താവിനോടാണ് കണക്ക് പറയേണ്ടത്. അവനാണ്
നമ്മുടെ നിത്യത തീരുമാനിക്കുന്നത്, അല്ലേ? അന്തിമ വിധി പറയേണ്ടവൻ. അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം വിധിക്കരുത്. 1 കൊരിന്ത്യർ 4:3-5. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. പൗലോസ് പറയും, നിങ്ങളെല്ലാം കൂടെ എന്നെ വിധിച്ചാൽ എനിക്കൊരു കൂസലും ഇല്ല, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ എന്നെ തന്നെ വിധിക്കുന്നില്ല, അല്ലേ? ഞാൻ എന്നെ ആ രീതിയിൽ കുറ്റം വിധിക്കുന്നില്ല. കാരണം എന്താ? എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും, ഞാൻ ഒരു കുറ്റബോധവും ഇല്ലാത്ത വ്യക്തി ആണെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. നീതിമാനാകണമെന്നില്ല. അപ്പോൾ എനിക്ക് എന്നെ വിധിക്കാൻ കഴിയുകയില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ചിലപ്പം എനിക്കൊരു പാപബോധം ഇല്ലായിരിക്കും, ഞാൻ വളരെ നീതിമാനാണെന്ന് ചിന്തിക്കും, പക്ഷേ ഞാൻ നീതിമാനൊന്നും ആയിരിക്കണമെന്നില്ല, ദൈവത്തിനെ അതറിയാവുള്ളൂ. ഇനി ഞാൻ ഒരു നീതിയില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കും, ദൈവത്തിനെ അറിയാവുള്ളൂ നീ നീതിമാനാണ്. അതുകൊണ്ട് നമ്മളെയും ആ രീതിയിൽ കുറ്റം വിധിക്കരുത്, മറ്റുള്ളവരെയും കുറ്റം വിധിക്കരുത്. വായിച്ചാട്ടെ. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. കർത്താവ് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. ഇയാൾ ഒരിക്കലും രക്ഷയൊന്നും ഇയാൾ നഷ്ടപ്പെട്ടു പോയി എന്നൊന്നും പറയാൻ പാടില്ല. നമ്മളാരും ഇവൻ്റെ പോക്ക് ശരിയല്ല എന്നൊക്കെ വചനപ്രകാരം വിവേചിച്ച് പറയാം. കാരണം വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവൻ തെറ്റിച്ച് പോകുന്നത്, അല്ലേ? അതായത് ആരെയും ചില സഭയിലൊക്കെ പറയും ആരെയും വിധിക്കരുത് നിങ്ങൾ. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആരെയും വിധിക്കരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. കണ്ടം ചെയ്യരുത്. എടാ നിൻ്റെ കാര്യം പോക്കാടാ എന്ന് പറയരുത്. അത് സമയത്തിന് മുമ്പേ ചാടി. കാരണം നാളെ ചിലപ്പോൾ മാനസാന്തരപ്പെട്ട് വിശുദ്ധനാകാൻ പോവുമായിരിക്കും, നമുക്കത് അറിഞ്ഞുകൂടാ, അല്ലേ? അതുകൊണ്ട് അന്യോന്യം നിങ്ങൾ കുറ്റം വിധിക്കരുത്. യാക്കോബിൻ്റെ ലേഖനം 5:9 പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ വിധിക്കപ്പെടാതിരിപ്പാൻ പിറുപിറുക്കരുത്. ശരിക്കുള്ള മലയാളം ബൈബിളിൽ ഞെരുക്കരുതെന്നാണ്. ഇത് സമകാലിക ബൈബിളിലാണ്. പിറുപിറുക്കരുത്. അന്യോന്യം നിങ്ങൾ കുറ്റം പറയരുത്, ആരോപണം പാടില്ല. കാരണം എന്താ? ന്യായാധിപതി വേറെ ആളാണ്, നമ്മളല്ല ജഡ്ജ്, അല്ലേ? ഇപ്പം നമ്മളൊരു കോടതി പോയിട്ട് ഞാൻ തന്നെ ജഡ്ജ്മെൻറ്റ് പറഞ്ഞ ജഡ്ജ് പറയട്ടെ, നീ ഉണ്ടായിരട്ടെ, ഞാനാ ഇവിടെ തീരുമാനിക്കുന്നു, അല്ലേ? സാറേ അവൻ തെറ്റുകാരനാ എന്നൊക്കെ പറയും. അത് ഞാൻ തീരുമാനിക്കട്ടെ ആദ്യം, അല്ലേ? ഇപ്പം നമ്മൾ പറയേണ്ടതാണ് അവനാണ് ഈ കൃഷ്ണം മുഴുവൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാലും വിധിക്കുന്ന ആൾ പറഞ്ഞാലേ അത് വിധിയാകത്തുള്ളൂ, അല്ലേ? അപ്പം നമ്മളെല്ലാവരും കൂടി കമ്മിറ്റി കൂടി പാസ്സാക്കിയിട്ടൊന്നും കാര്യമില്ല, അല്ലേ? എന്ന് പറഞ്ഞ പോലെ കർത്താവാണത് തീരുമാനിക്കുന്നത്. ശരി, അപ്പം നമുക്ക് മുന്നോട്ട് നീങ്ങാം. അവസാനമായിട്ട് കൺക്ലൂഷൻ എബ്രായർ 10:24-25 ആണോ? അതെ, 24-25. എല്ലാവരും ശ്രദ്ധിച്ചു വെക്കണേ. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്നതോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. ഏത് നാള്, അല്ലേ? ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഏതാ ഈ നാള്? വാട്ട് ഈസ് ദിസ് ഡേ? ഈ ദിവസം അടുത്ത് വരുന്തോറും നിങ്ങൾ ഹെയർ സെല്ലിൻ്റെ എണ്ണം കൂട്ടണം. നിങ്ങൾ അന്യോന്യം കൂടുതൽ നിങ്ങൾ കൂട്ടായ്മ പാലിക്കണം. ഏതാ ഈ നാള്? ഒരു നാളേ ഉള്ളൂ, നിത്യ ന്യായവിധിയുടെ നാൾ. കർത്താവിൻ്റെ 2ാം വരവ് അടുക്കുന്തോറും, കർത്താവിൻ്റെ മടങ്ങി വരവ് അടുക്കുന്തോറും കൂട്ടായ്മ കൂട്ടണം. കാരണം എന്താണ്? അങ്ങനെ കൂട്ടായ്മയിലാണ് നമ്മൾ അന്യോന്യം സ്നേഹത്തിനായിട്ടും സൽപ്രവൃത്തികൾക്കുമായിട്ടും പ്രബോധിപ്പിക്കേണ്ടത്. അപ്പം നിത്യ ന്യായവിധി ദിവസത്തെക്കുറിച്ചൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അന്ന് പോയി കണക്ക് കൊടുക്കണമെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. ആ ദിവസം താണ്ട് അടുത്ത് വരുന്നു. എന്തോ ചെയ്യണം? കൂട്ടായ്മയുടെ അളവ് കൂട്ടണം. പറഞ്ഞ് മനസ്സിലായോ? നിത്യ ന്യായവിധി ദിവസത്തെക്കുറിച്ചുള്ള എല്ലാം പഠിച്ചു കഴിഞ്ഞ് പാസ്സായി, ഇനി അടുത്ത മാസം കാണാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലേ? അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ അടുക്കുമ്പോൾ കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞ പോലെ ഇതാ പരീക്ഷാ ദിവസം കടന്നു വരുന്നു, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ന്യായവിധി ദിവസം അടുത്തു വരുന്നതിനാൽ നാം കൂടുതൽ കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും നിറഞ്ഞ ദൈവപ്രസാദമുള്ളൊരു ജീവിതം നയിക്കാൻ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം, അല്ലേ? അന്യോന്യം നമ്മൾ കൂട്ടായ്മ ആചരിച്ച് നമ്മൾ അന്യോന്യം പ്രോത്സാഹിപ്പിക്കണം. ദൈവപ്രസാദമുള്ളൊരു ജീവിതം നയിച്ചാലേ ഈ അവസാന ദിവസം സന്തോഷകരമായിരിക്കത്തുള്ളൂ. അവിശ്വാസിയാണേലും മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം. വിശ്വാസിയാണേലും കണക്ക് കൊടുക്കണം. അന്ന് ദൈവത്തിന് പ്രസാദകരമായതും ദൈവഭയത്തിൽ നടന്നതും ഒക്കെ അന്ന് വിശകലനം ചെയ്യപ്പെടും. ദൈവം അതിൻ്റെ ഒരു മുഖപക്ഷവും നോക്കാതെ ആ അന്തിമ വിധി പറയും. സത്യാവസ്ഥയൊക്കെ പൊട്ടിവരും. അന്ന് എല്ലാ വിശ്വാസികളെയും കുറിച്ചുള്ള ശരിയായ റിപ്പോർട്ട് വരും. അപ്പോൾ അന്ന് നമ്മൾ നിൽക്കണമെന്ന് ഇന്ന് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം, അന്യോന്യം കൂട്ടായ്മ ആചരിക്കണം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവെ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്ത്യം
യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്ന് നിൻ്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ കർത്താവേ. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ കണക്കെടുപ്പ് ദിവസം ഒരു നാൾ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ. ഇവിടെ ഇരിക്കുന്ന സകല വിശ്വാസികളും കർത്താവെ അന്ന് നിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് അവരുടെ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും വിശുദ്ധിയുടെയും എല്ലാം കണക്ക് കൊടുക്കുന്നൊരു ദിവസമുണ്ടല്ലോ കർത്താവെ. ആ ദിവസത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അത് മറന്ന് അത് വിസ്മരിച്ചുകൊണ്ട് കർത്താവെ ലൗകികരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ നീ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മാനസാന്തരത്തിൽ വളർന്നുകൊണ്ട് ദൈവഭയത്തിലും ദൈവപ്രസാദമുള്ളൊരു ജീവിതം നയിച്ച് കർത്താവെ അന്യോന്യം വിധിക്കാതെ സ്നേഹത്തിൽ നടന്നുകൊണ്ട് കർത്താവെ ദൈവവചനത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് അത് സുവിശേഷീകരണത്തിലുള്ള ത്വരയാകട്ടെ, വിശ്വാസികളോട് പത്യോപദേശം മാത്രം പ്രസംഗിക്കുവാനുള്ള തീക്ഷ്ണമായ ഒരു സമർപ്പണമാകട്ടെ. അവിടെ എല്ലാം കർത്താവെ അന്ത്യനാളിൽ ഞാൻ നിൻ്റെ മുൻപാകെ നിന്ന് കണക്ക് കൊടുക്കണമല്ലോ എന്നുള്ള ആഴമായ ഒരു ബോധ്യത്തിൽ നിന്നുളവാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരും സ്വന്തം ജീവിതം സ്വന്തം തീരുമാനമെന്ന് പറഞ്ഞ് ഈ ലോകത്തിലെ മൂഢന്മാർ നടക്കുന്നത് പോലെ അഹങ്കാരത്തിൽ നടക്കുവാൻ ഇടയാകരുതേ കർത്താവെ. കടമായി നീ നൽകിയ രക്ഷയാണ്, കടമായി നീ നൽകിയ ജീവനാണ്. നിനക്ക് വേണ്ടി ഈ ജീവിതം നല്ല കാര്യസ്ഥന്മാരായി കർത്താവെ കാര്യവിചാരം ചെയ്ത് നിനക്ക് കർത്താവെ മഹത്വവും പ്രതിഫലവും ഗുണവും നിൻ്റെ രാജ്യത്തിന് വളർച്ചയും ഉതകുന്ന പ്രയോജനമുള്ളൊരു ജീവിതം നയിക്കുവാൻ ബന്ധപ്പെടുന്നവരായി ഞങ്ങളേവരെയും നീ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ് ഞങ്ങൾ അവസാനം വായിച്ചതുപോലെ ഒറ്റയ്ക്കിത് കഴിയുകയില്ല. അന്യോന്യമുള്ള പ്രബോധനത്താൽ അന്യോന്യം സ്നേഹത്തിലും സൽപ്രവർത്തികളും വളരുവാനുള്ള ആ പ്രോത്സാഹനം ലഭിക്കുന്ന കൂട്ടായ്മകളെ ഞങ്ങൾക്ക് നീ ഒരുക്കിത്തരണമേ. ഈ കെയർസെലിനെ കർത്താവ് ഈ പ്രതിമാസ വചന ധ്യാനത്തെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയിലൂടെ ഇവിടെ കടന്നു വരുന്നവർ ഈ പ്രോത്സാഹനം പ്രാപിച്ച് അന്ത്യനാളിൽ അന്ന് കർത്താവ് ദൈവപ്രസാദമുള്ളൊരു ജീവിതം ജീവിച്ചു എന്നുള്ള സാക്ഷ്യം നിന്നിൽ നിന്ന് കേൾക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവ് സഹായിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങൾ എബ്രായ ലേഖനത്തിലെ ഈ 7 അടിസ്ഥാന ഉപദേശങ്ങളും ധ്യാനിക്കുവാനായിട്ട് കർത്താവ് നീ സാവകാശം നൽകി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ അടിസ്ഥാനത്തിൽ കെട്ടി ഉറപ്പിച്ച് കർത്താവെ പരിജ്ഞാന പൂർത്തിക്കായിട്ട് ബന്ധപ്പെടുവാൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ മഹത്വപൂർണമായ പരിജ്ഞാനത്തിലേക്ക് കടക്കുവാൻ, ആ കട്ടിയുള്ള ആഹാരത്തിലേക്ക് കടക്കുവാൻ കർത്താവ് ഇന്ദ്രിയ ജയമുള്ള ഭക്തന്മാരാക്കി ഞങ്ങളെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഈ സായാഹ്നം കർത്താവ് ഈ ഭവനത്തിലാകുവാൻ നീ നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. ഈ ഭവനത്തിലുള്ള സകലരെയും നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെല്ലാം നീ അനുഗ്രഹിച്ചാലും കർത്താവേ, തുടർന്നുള്ള ഞങ്ങളുടെ കൂട്ടായ്മയെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇത്രത്തോളം നീ സഹായിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.